ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله وكفى وسلام على عباده الذين اصطفى وآل كل والصحابة ومن اقتفى. ما بعد. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. ولا حول ولا قوة إلا بالله العلي العظيم. പ്രിയ സഹോദരങ്ങളെ, ഹബശയിൽ മുസ്ലിങ്ങൾക്ക് സ്വതന്ത്രമായി ഇബാദത്ത് ചെയ്യാനും ദീനിൻ്റെ കാര്യങ്ങളൊക്കെ പരസ്യമായി അനുഷ്ഠിക്കാനും സൗകര്യം ലഭിക്കുകയും അടിക്കടി അങ്ങോട്ട് ആളുകൾ പോയിക്കൊണ്ടിരിക്കുകയും പുറംനാടുകളിലും ഇസ്ലാം ക്രമേണ ശക്തി പ്രാപിച്ചു വരികയും കൂട്ടത്തിൽ സ്വദേശത്ത് തന്നെ മഹാനായ ഹംസ റളിയല്ലാഹു തആല അൻഹു, ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തുടങ്ങിയ പ്രമുഖർ ഇസ്ലാമിലേക്ക് ചേരുകയും ചെയ്തപ്പോൾ അത് ഖുറൈശികളെ കൂടുതൽ അസ്വസ്ഥരാക്കി. ഈ പ്രശ്നത്തിന് അന്തിമമായ ഒരു പരിഹാരം കണ്ടേ തീരൂ എന്ന നിലക്ക് അവരുടെ കാര്യാലോചനാ സമിതി ഓഫീസായ ദാറുൻ നദ്വയിൽ ഒത്തുകൂടി അവർ ചർച്ച ചെയ്തു. ഈ പ്രശ്നത്തിന് അന്തിമമായൊരു പരിഹാരം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കുക, അതിൽ കുറഞ്ഞ ഒന്നും സ്വീകാര്യമല്ല. പക്ഷേ എന്തൊക്കെ ശ്രമിച്ചിട്ടും അബൂ ത്വാലിബ് അവരുടെ ആവശ്യങ്ങൾക്ക് ചെവി കൊടുക്കുകയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രബോധന പ്രവർത്തനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുകയോ ചെയ്യാതെ കണ്ടപ്പോൾ അവർ കൂടിയിരുന്ന് തീരുമാനിച്ചു, ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിക്കാൻ അവർക്ക് വിട്ടുകൊടുക്കുന്നത് വരെ, അതല്ലെങ്കിൽ തങ്ങൾ ഈ പ്രബോധന പ്രവർത്തനം നിർത്തുന്നത് വരെ ബനൂ ഹാഷിം ഗോത്രവും അവരുമായി സഹകരിക്കുന്നവരുമായി യാതൊരു തരത്തിലുള്ള സഹകരണവും പാടില്ല. നമ്മുടെ പത്രക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ഊരുവിലക്ക്. അവരിൽ നിന്നിട്ട് വിവാഹം കഴിക്കാൻ പാടില്ല, അവർക്ക് വിവാഹം ചെയ്തു കൊടുത്തുകൂടാ, അവരുടെ വസ്തുക്കളൊന്നും കാശ് കൊടുത്ത് വാങ്ങിക്കൂടാ, അവർ എത്ര കാശ് തന്നാലും അവർക്കൊരു സാധനവും വിറ്റുകൂടാ, അവരുമായി മറ്റു കാര്യങ്ങളിൽ സാമൂഹിക പ്രശ്നങ്ങളിൽ ഒന്നും സഹകരിച്ചുകൂടാ എന്ന ഒരു തീരുമാനത്തിലെത്തുകയും അതവർ കരാറായി എഴുതി കഅബ ഷരീഫിൽ തൂക്കുകയും ചെയ്തു, കഅബത്തിൻ്റെ അകത്ത്. ഇത്രയുമായപ്പോൾ പ്രശ്നത്തിന്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കിയ മഹാനായ അബൂ ത്വാലിബ് ബനു അബ്ദു മനാഫ് എന്ന് പറയുന്ന തൻ്റെ കുടുംബത്തെ, 4 ശാഖകളുള്ള ബനു ഹാഷിം, ബനു മുത്തലിബ്, ബനു അബ്ദു ഷംസ്, ബനു നൗഫൽ, ഈ 4 ഗോത്രങ്ങളുടെയും വീടാന്തരം കയറിയിറങ്ങി ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ തറവാട്ടിൻ്റെ അന്തസ്സ് സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് ഈ പ്രശ്നത്തിൽ അന്തിമമായ ഒരു തീരുമാനം വരുന്നത് വരെ നാം ഒറ്റക്കെട്ടായി നിൽക്കണം. അന്ന് ഏകദേശം 85 വയസ്സ് പ്രായമുണ്ട് അബൂ ത്വാലിബിന്. ഈ 4 ഗോത്രങ്ങളുടെയും വീടാന്തരം കയറിയിറങ്ങി സംസാരിച്ചെങ്കിലും ബനു നൗഫലോ ബനു അബ്ദു ഷംസോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി സഹകരിക്കാൻ തയ്യാറായില്ല. അതേ സമയത്ത് ബനു ഹാഷിമിന്റെ കൂട്ടത്തിൽ എല്ലാ അർത്ഥത്തിലും ബനു മുത്തലിബ് സഹകരിക്കാനും തയ്യാറായി. ഇവരൊന്നും മുസ്ലിമല്ല, ഒറ്റപ്പെട്ട ആളുകൾ അവിടെവിടങ്ങൾ മാത്രമേ മുസ്ലിമുള്ളൂ. ഗോത്രത്തിന്റെ മഹിമ, ആ ഗോത്രപരമായ അന്തസ് കാക്കാൻ വേണ്ടിയിട്ട് ബനു ഹാഷിമും
ബനൂ മുത്തലിബും എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറായി. പക്ഷെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് ബനൂ ഹാഷിമിൽപ്പെട്ട നബി തങ്ങളുടെ നേരെ മൂത്താപ്പയാവുന്ന അബൂലഹബ് മാത്രം ഇതിൽ നിന്നിട്ട് മാറി നിന്നു. അദ്ദേഹം ഖുറൈശികളുടെ പക്ഷത്ത് നിന്നു, ബനൂ ഹാഷിമിനെയും ബനൂ മുത്തലിബിനെയും ബഹിഷ്കരിച്ചു. അങ്ങനെ ഗത്യന്തരമില്ലാത്ത ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി അങ്ങിങ്ങായി താമസിച്ചാൽ സാധ്യമല്ല എന്നും അതുകൊണ്ട് ഈ രണ്ട് ഗോത്രങ്ങളും ഒന്നിച്ച് കൂട്ടായി താമസിക്കണമെന്ന് തീരുമാനിക്കുകയും അതനുസരിച്ചാണ് ഷാബ് അബി ത്വാലിബ് എന്ന് പറയുന്ന പ്രദേശത്ത് അബൂ ത്വാലിബിന്റെ അധീനത്തിൽപ്പെട്ട സ്ഥലമാണത്. അവിടെ വന്ന് ബനൂ ഹാഷിമുകാരും ബനൂ മുത്തലിബുകാരും താമസിച്ചു. 3 കൊല്ലത്തോളം അക്ഷരാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും സഹാബത്തിനും അതൊരു അഗ്നിപരീക്ഷയായിരുന്നു. ഒരു നേരം വിശപ്പടക്കാനുള്ള ഭക്ഷണം കാശ് കൊടുത്താൽ പോലും കിട്ടില്ല. കെട്ടലും കെട്ടിക്കലും പോട്ടെ, അത് പിന്നെ നമ്മൾ തമ്മിൽ തന്നെ കുടുംബങ്ങളിൽ അകന്ന ബന്ധുക്കളുമായിട്ടൊക്കെ കുറെ അങ്ങനെയൊക്കെ നീക്കുപോക്കാവാം. പക്ഷേ ഒരു സാധനവും അവർക്ക് ആരും വിൽക്കില്ല എന്നും അവരുടേതാരും വാങ്ങില്ല എന്നും വന്നതോടുകൂടി അക്ഷരാർത്ഥത്തിൽ അവർ വിഷമിച്ചു. ഈ പ്രതിസന്ധിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടങ്ങിയിരുന്നില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് തൻ്റെ പൊതുപ്രവർത്തനത്തിനോ സമൂഹത്തിനിടയിൽ ഇറങ്ങിച്ചെന്നുകൊണ്ട് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്നതിനോ പരസ്യമായ ഇബാദത്ത് ചെയ്യുന്നതിനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഒരു പ്രയാസവും തോന്നിയില്ല. കാരണം അള്ളാഹുവിന് വേണ്ടി ജീവിക്കാനും മരിക്കാനും തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ. അങ്ങനെ ഒരിക്കൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാത്രി മസ്ജിദുൽ ഹറാമിൽ വന്ന് കഅബ ശരീഫിൽ നിസ്കരിക്കുന്നു എന്ന വിവരം കേട്ട് ഖുറൈശികളായ കുറെ പ്രമുഖർ വന്നു. നിസ്കാരത്തിലായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂട്ടത്തോട് വന്ന് ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അപ്പോൾ അവിടെ അല്ലാഹു തആല മുഅ്ജിസത്ത് എന്ന നിലക്ക് കഅബയുടെ ചുറ്റും കോട്ട പോലെ നിൽക്കുന്ന പർവ്വതങ്ങൾ ഒന്നിച്ച് കിടകിട വറക്കാൻ തുടങ്ങി. അത് കണ്ട് പരിഭ്രമിച്ച ഖുറൈശികൾ സ്വയം പിന്മാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ദേശിച്ചത്ര നിസ്കരിച്ച് തിരിച്ചുപോയി. പിറ്റേന്ന് വീണ്ടും അവര് തീരുമാനിച്ചു, ഇന്നലെ ഒരു മല കുലുങ്ങിയ പോക്ക് നമ്മൾ പോയി, അയാൾ പോയില്ലല്ലോ. അപകടങ്ങൾ വല്ലതും വരികയാണെങ്കിൽ നമ്മൾക്കും അവർക്കും ഒന്നിച്ചു വരൂലേ. അതുകൊണ്ട് പിന്മാറിയാൽ ശരിയായില്ല. ഇനി അങ്ങനെ ഒരു ചാൻസ് കിട്ടിയാൽ എന്തായാലും അത് അവസാനത്തെ ചാൻസ് ആക്കാം എന്ന നിലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒന്നും ഒരു വരെ വെക്കാതെ പിറ്റേ ദിവസവും വന്നു. അതേ സമയത്ത് നിസ്കരിക്കാൻ നിന്നു. അങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ആക്രമിക്കാൻ വേണ്ടി കൂട്ടത്തോടു കൂടി ഇവർ വരുമ്പം അപ്പുറവും ഇപ്പുറവുമായി നിൽക്കുന്ന സഫയും മറുവയും ഒന്നായിട്ട് അടുത്തുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിൽ ഒരു കോട്ട പോലെ നിലകൊണ്ടു. മുഅ്ജിസത്തിൽ ഇതൊന്നും അസാധ്യമോ അസംഭവ്യമോ അല്ല. അതാണ് മുഅ്ജിസത്ത് എന്ന് പറയുന്നത്. നബി തങ്ങളെ കാണാനോ അപ്പുറത്തേക്ക് മറികടക്കാനോ പറ്റാത്ത നിലക്ക് അല്ലാഹു തആല സംരക്ഷിച്ചു. എന്നാ പിന്നെ എപ്പോഴും അതില്ലാത്തത് അങ്ങനെ സ്വഭാവം ഉണ്ടാവുമല്ലോ. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉപദ്രവം ഏൽക്കുന്നുണ്ടല്ലോ. അതിൻ്റെ കാരണം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലും മുഅ്ജിസത്തുള്ള ആളും ആയതോട് കൂടി ലോകാവസാനം വരെ വരുന്ന ജനതക്ക് മാതൃകാ പുരുഷനും കൂടിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല മുഅ്ജിസത്ത് മുഖേന സംരക്ഷണം കൊടുക്കും, എപ്പോഴും വേണമെങ്കിൽ സാധിക്കും. പക്ഷേ അങ്ങനെ കൊടുത്താൽ പിന്നീട് ദീനീ ദഅവത്തിന് വേണ്ടി ഇറങ്ങുന്ന ലോകാവസാനം വരെയുള്ള പ്രബോധകന്മാർക്ക് ശത്രുക്കളിൽ നിന്നിട്ട് എക്കാലത്തും എതിർപ്പും ആക്രമണങ്ങളും ഉണ്ടാകും. അപ്പൊ അല്ലാഹു തആല പറഞ്ഞിടല്ലോ, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി അവൻ്റെ ദീനിനു വേണ്ടി ജീവിക്കുന്ന സത്യവിശ്വാസികളാവും നിങ്ങൾ ഏത് മേഖലയിൽ എന്ത് ചെയ്യുന്നെങ്കിലും അവിടെയൊക്കെ ഉത്തമമായ മാതൃക ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പം ദീനീ ദഅവത്തിൻ്റെ രംഗത്ത് ആക്ഷേപമുണ്ടാകും, വിമർശനങ്ങളുണ്ടാവും, കുറ്റപ്പെടുത്തലുകളുണ്ടാവും, ആക്രമണങ്ങളുണ്ടാവും, ഒരു വേള കൊല്ലപ്പെട്ടു എന്നും വരും. അപ്പോഴൊക്കെ സമാധിക്കാൻ നമ്മളാരാണ്? വെറും ചവറുകളായ നമ്മൾ
അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെയ്തിട്ട് ഇത്രല്ലേ പറ്റിയുള്ളൂ. അഷ്റഫുൽ ഹൽക്കായ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും സയ്യിദായ അഷ്റഫുൽ ഹൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിന്റെ ദീൻ പറഞ്ഞിട്ട് എന്തൊക്കെ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വന്നു എന്നതുപോലെ തന്നെ സാമൂഹ്യ വിഷയങ്ങളിലും അപ്പോഴും ഇടപെട്ടുകൊണ്ടിരുന്നു ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഇങ്ങനെയൊക്കെ പ്രതിരോധത്തിലാക്കി കഷ്ടപ്പെടുത്തുമ്പോഴും സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഇടപെടുന്നതിൽ നിന്നിട്ടോ മറ്റൊന്നും ഒളിച്ചോടുന്ന സ്വഭാവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും കാണിച്ചിട്ടില്ല. ഒരിക്കൽ ഈ റാശിക്കാരനായ ഒരു മനുഷ്യൻ, റാശി പ്രദേശത്തുകാരനാണ്, അദ്ദേഹം തൻ്റെ ഏതാനും ഒട്ടകങ്ങളെ വിൽക്കാൻ വേണ്ടി മക്കയിൽ വന്നു. മക്കയിലെ സൂക്കിൽ വെച്ച് അത് വില പറഞ്ഞ് അബൂജഹല് വാങ്ങി, ഒട്ടകം വാങ്ങി. കാശ് തരാട്ടോ എന്നറിഞ്ഞു. പിന്നെ ചെന്ന് ചോദിക്കുമ്പോഴൊക്കെ തരാ എന്നായി. കൂടുതൽ ചോദിച്ചപ്പോൾ ഭീഷണിയായി. അന്യദിക്കുകാരനായ ഒരു പാവപ്പെട്ട മനുഷ്യൻ അയാളുടെ ആകെ സമ്പാദ്യമാവുന്ന ഒട്ടകത്തെ വിറ്റിട്ട് ഒരു കാശും കൊടുക്കൂല, ഒട്ടകം ഇയാൾ വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഈ പാവപ്പെട്ട റാശിക്കാരൻ ഖുറൈശികളുടെ ഓരോ സംഘത്തിൻ്റെയും അരികെ വന്നിട്ട് സങ്കടം പറഞ്ഞു. നിങ്ങൾ കഅബ ഷരീഫിൻ്റെ അൽവാസികളാണ്, അള്ളാഹുവിൻ്റെ അഹ്ലുകാരാണ്, ഞാൻ റാശിക്കാരനാണ്, എൻ്റെ ഒട്ടകം വാങ്ങിയിട്ട് അബുൽ ഹക്കം അതിന് കാശ് തരുന്നില്ല, നിങ്ങളൊന്ന് ഇടപെട്ട് അതൊന്ന് വാങ്ങിത്തരുമോ? മുജാഹിദായതുകൊണ്ട് ആരും തയ്യാറായില്ല. അവർ പറഞ്ഞു നമ്മളോട് കഴിയൂലാന്ന്. അങ്ങനെ ഒറ്റക്ക് അപ്പുറത്തൊരു സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവർ കളിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് നമ്മളോട് ആരോടും പറഞ്ഞിട്ട് കാര്യമില്ല, അബുൽ ഹക്കമിൻ്റെ അടുക്ക് ഇടപെടാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയില്ല. ആ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ആളതാ അയാളടുത്ത് പറഞ്ഞ അയാൾ വാങ്ങിത്തരും എന്ന് പറഞ്ഞു. കളിയാക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ ഈ സാധുവിന് ഇതറിയില്ലല്ലോ, ആർക്ക് ഈ റാശിക്കറിയില്ല അവർ കളിയാക്കണമെന്ന്. അയാൾ പരമാർത്ഥിക്കൊന്നുള്ള ആൾക്ക് നബി തങ്ങൾ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുക. അവിടെ ചെന്നിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഇറാശിക്കാരനാണ്, എന്താ എൻ്റെ പ്രശ്നം എന്ന് വെച്ച്. എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ഒട്ടകം വിൽക്കാൻ വന്നതിനും എൻ്റെ ഒട്ടകം അബുൽ ഹക്കം വാങ്ങി, പക്ഷേ ഒരു കാശും തന്നില്ല. കുറേ ദിവസമായി ചോദിക്കുമ്പോൾ തരാറ്, ഇപ്പം ചോദിക്കുമ്പോൾ ഭീഷണിപ്പെടുത്തുകയാണ്. ഇവരോടൊക്കെ പറഞ്ഞപ്പം പറഞ്ഞു നിങ്ങളൊക്കെ വാങ്ങിത്തരാൻ കഴിയുള്ളൂ, നിങ്ങളൊന്ന് ഇടപെടുക ചോദിച്ചു. ആയിക്കോട്ടെ എന്നാ പോരുക. ഇവർക്ക് എന്നെ അത്ഭുതമായി. ഇവരെന്താ കാട്ടാ, ഒരാളയച്ചു എന്താ സംഭവിക്കണത് നോക്കാൻ വേണ്ടിയിട്ട് കൂടെ ഒരാളയച്ചു. നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബുൽ ഹക്കമിൻ്റെ വീട്ടിൽ മുറ്റത്ത് നിന്നിട്ട് വാതിലിങ്ങനെ മുട്ടിയാണ് കൈകൊണ്ട് മുട്ടിയിട്ടുള്ളൂ. ഇയാൾ ചോദിച്ചു മൻ ഫിൽ ബാബ്, അന മുഹമ്മദ് ഉഖ്റുജ് ഇലൽ ബാബ്. വാതിൽ മുട്ടി. ആരാ ചോദിച്ചു, ഞാനാണ് മുഹമ്മദ്, ഇങ്ങോട്ട് വാന്ന്. ഇയാൾ വന്ന് വാതിൽ ഇങ്ങോട്ട് തുടക്കുമ്പോൾ പേടിച്ചിങ്ങനെ വിറച്ചിട്ട് ആകെ വിളർത്തിട്ടുണ്ട്. ഇയാൾ അറിയോ ചോദിച്ചു. അറിയും. ഇയാൾ ഒട്ടകം വാങ്ങിയിട്ടില്ലേ ചോദിച്ചു. ആ കാശ് കൊടുക്കുക. മറ്റയാൾ നോക്കിക്കത് ഒരു അയച്ച പ്രതിനിധി അല്ല നിങ്ങളവിടെ നിൽക്കി എപ്പോൾ കൊടുക്കാറ്. വേഗം പോയി പെട്ടി തുറന്ന് കൊടുക്കേണ്ട കാശ് മുഴുവൻ എടുത്ത് കൊടുത്ത് ചോദിച്ചു ഇനി വല്ലതും കിട്ടാണ്ടോ കൃത്യമായി ചോദിച്ചു. മേലിങ്ങനെ പാവപ്പെട്ട ആളുകളെ കഷ്ടപ്പെടുത്താൻ നടക്കരുത്. അതിലടിച്ച് പോയി. ഇയാളിത് കണ്ട് അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. ആര്? ന്യൂസ് എടുക്കാൻ വന്ന ആൾ, മറ്റോളെ അയച്ച ആളുണ്ടല്ലോ. ഇയാൾ ചെന്നിട്ട് പറഞ്ഞു അത്ഭുത ഞാൻ കണ്ടത്. എന്താ കണ്ടു ചോദിച്ചു. മുഹമ്മദ് വാതിൽ മുട്ടിയത് സത്യം. വാതിൽ തുറക്കുമ്പോൾ തന്നെ അയാൾക്ക് ജീവൻ പൗതില്ല, മുഖമൊക്കെ ഇങ്ങോട്ട് വളർത്തിട്ട് മുഹമ്മദ് പറഞ്ഞ ആൾക്കുകൾ കാശ് കൊടുക്കുക പറഞ്ഞ് അലാരിസ്രിക്ക് എന്ന് പറഞ്ഞതല്ലാതെ ഒന്നും പറഞ്ഞില്ല. അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞ് വേഗം പോയി കാശ് എടുത്ത് കൊണ്ടുവന്നു. പക്ഷെ എന്തടാ ഇയാൾക്ക്, ഇവനെന്ത് സംഭവിച്ചു? നമ്മൾ വലിയ ലീഡറാണല്ലോ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മജ്‌ലിസത്ത ആവശ്യമുള്ളവർക്ക് അത് പ്രകടമാവും. അതാണ് എപ്പോഴും കാട്ടിക്കൊണ്ട് ഇറക്കല്ല. ഈ പാവപ്പെട്ട മനുഷ്യനെ ആരും സഹായിക്കാനില്ലാതിരിക്കുകയും നബി തങ്ങൾ ഇവർ പരിഹസിക്കുകയും ചെയ്തപ്പോൾ അവിടെ മജ്‌ലിസത്ത് പ്രകടമാകേണ്ട സ്ഥലമാണ്. അവിടെ അല്ലാഹു തആല പ്രകടിപ്പിച്ചു. ഇയാൾ പിന്നെ പള്ളിയിൽ വന്നപ്പം ചോദിച്ചു, അല്ല നിങ്ങളല്ലേ വലിയ വലുപ്പത്തരൊക്കെ പറഞ്ഞത്, എന്തേ ഇപ്പം സംഗതി ചോദിച്ചു. മക്കളെ ഞാനായതുകൊണ്ട് ബാക്കിയായി,
നിങ്ങളാരെങ്കിലും ആണെങ്കിൽ ജീവൻ ബാക്കി ഉണ്ടാവില്ല. ഇയാള് വാതിൽ മുട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ തന്നെ എനിക്ക് എന്തോ ഒരു പേടി. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഒരു ഭീകരനായ കൂറ്റൻ ഒട്ടകം. അങ്ങനത്തെ ഒരു ഒട്ടകത്തെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അത് വാപ്പിളർന്നിങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അവിടെ നിന്ന് അനങ്ങിയാൽ അതെന്നെ കടിച്ചെടുത്തു പോവും, എനിക്ക് ഉറപ്പാണ്. അത് കഴിഞ്ഞു. പിന്നീട് യമൻകാരനായിരിക്കുന്ന വേറൊരാൾ വന്നു. ഇയാൾ ഒട്ടകല്ല, വേറെ കുറെ സാധനമായിട്ട് ആ സൂക്കിക്ക് വന്നത്. അത് വേറൊരു സൂക്കിലാ. ഹസ്വറത്ത് സൂക്കിൽ ഇയാൾ അബൂജഹൽ പോയിട്ട് സാധനത്തിന് വില പറഞ്ഞു. 3-1 വില പറഞ്ഞുള്ളൂ. ഒരു 90 റുപ്യ മാർക്കറ്റിൽ വിൽക്കാൻ പറ്റുന്ന സാധനത്തിന് 30 റുപ്യ പറഞ്ഞു കൊടുക്കും. ഒരാൾ അധ്വാനിച്ചുണ്ടാക്കിയാൽ മുതൽ അതിന്റെ മേപ്പെട്ട് കിട്ടൂല, അതേ തരുള്ളൂ. ഇവനവിടെ കുത്തിരുന്നു. ഇയാളോട്ട് കൊടുക്കൂല. അബുൽ ഹക്കം വില പറഞ്ഞതിന്റെ മോളെ വില പറയാൻ പറ്റുന്ന ഒരാൾ മക്കത്താരും ഇല്ലാണോ? അബുൽ ഹക്കം വില പറഞ്ഞതിന്റെ മേലെ പറയാൻ ധൈര്യമുള്ളവൻ ഒറ്റ കുട്ടി മക്കത്തില്ല. ഇയാളാകെ വിഷമിച്ചു. ഇപ്പം അറിഞ്ഞേക്ക് തന്നെ മസ്ജിദുൽ ഹറാമിൽ ഒരുമിച്ച് കൂടിയ ഖുറൈശികളുടെ എല്ലാ ആളുകളോടും പോയിട്ട് സങ്കടം പറഞ്ഞു ഇയാൾ. അല്ല നാട്ടുകാരെ, നിങ്ങളൊരു കാര്യം നോക്കി, നിങ്ങളുടെ നാട്ടിൽ ഒരു സാധനം ഉണ്ടാകുന്നില്ല. ഞങ്ങൾ അന്യ നാട്ടുകാർ അധ്വാനിച്ചുണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പച്ചവെള്ളം കുടിക്കേണ്ടി വരൂലേ? വേറെ ഭക്ഷണം ഉണ്ടോ ഇവിടെ? ഈ കോലത്തിൽ നിങ്ങൾ അന്യ നാട്ടിൽ നിന്ന് കൃഷി ചെയ്ത് സാധനം കൊണ്ടുവന്ന് വിൽക്കാൻ നിങ്ങളെ സൂക്ക് കൊണ്ടുവന്നാൽ ഈ നിരക്ക് നിങ്ങൾ ഉൽമ ചെയ്യുകയാണെങ്കിൽ പിന്നെ ആൾക്കാരോടോ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് വല്ലതും വിൽക്കുവോ? നിങ്ങൾ ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കി തരുമോ ചോദിച്ച്. അബുൽ ഹക്കമിന് എതിരില്ല തീരുമാനം ഉണ്ടാക്കണത്. ഒറ്റ കുട്ടി ധൈര്യപ്പെട്ടില്ല. പറഞ്ഞേക്കാൻ ആരോ കളിയാക്കി കൊണ്ട് പറഞ്ഞത് അയാളടുത്ത് പോയി പറഞ്ഞ അയാൾ ആണെങ്കിൽ ആ പ്രശ്നത്തിന് എനിക്ക് പരിഹാരം ഉണ്ടാക്കി തരും. ഇവരിത് കളിയാക്കലാണ് പിന്നെ ഉദ്ദേശിക്കണത്. ഇയാളിതൊന്നും അറിയില്ല. ഇവരെ കളിയാക്കണതും മറ്റേ ഈ പ്രശ്നങ്ങളൊന്നും അയാൾക്കറിയില്ല. ഇയാൾ നേരെ ചെന്നിട്ട് പറഞ്ഞു, ഇങ്ങനെ ഞങ്ങൾ വലിയൊരു ബുദ്ധിമുട്ടിലാണ്. എൻ്റെ സാധനങ്ങളൊക്കെ എവിടെ വെച്ച്? ഹസ്വറയിലുണ്ട്. ഹസ്വറ പറഞ്ഞ കായബത്തിന് നേരെ മസ്ജിദുൽ ഹറാമിൻ്റെ കേക്ക് ഭാഗത്ത് തന്നെയാണ്. ആ പന്തലിൻ്റെ സൂക്ക് ഉണ്ടാണ് ആ സ്ഥലം ഹസ്വറ. അവിടെ ഉണ്ട് പറഞ്ഞു. എന്താ പ്രശ്നം? അബുൽ ഹക്കം വില പറഞ്ഞു 3-1 വില പറഞ്ഞിട്ടുള്ളൂ. ഇയാൾ പറഞ്ഞുകൊണ്ട് വേറെ ആയിട്ട് പറയണില്ല. അതിന് ഞാനോട്ട് കൊടുക്കൂല. എനിക്കൊരു മാർക്കറ്റ് മാന്യമായ വില ഇട്ടണം എന്നാണ്. തങ്ങൾ നേരെ പോയി. അബൂജഹൽ നേരെ പോയി. എത്ര റുപ്യക്ക് വിൽക്കണോ വെച്ച്. അപ്പോൾ 3 ഒട്ടകണ്ട്. അയാൾ പറഞ്ഞ മാന്യമായ വില കൊടുത്ത് അബൂജഹൽ മുന്നിൽ വാങ്ങിയിട്ട് 2 ഒട്ടകം അപ്പം തന്നെ മറിച്ചണ്ട് വിറ്റു. അപ്പോൾ തങ്ങൾ കച്ചവടത്ത് വലിയ വിദഗ്ധനാ. അപ്പം തന്നെ 2 ഒട്ടകം മറിച്ച് വിറ്റു. മറിച്ച് വിറ്റപ്പം ഈ 3 ഒട്ടകം വാങ്ങിയ ഫുൾ വില ഈ 2 ഒട്ടകത്തിന് നെട്ടി. ഒരൊട്ടകം ഫുള്ള് ലാഭമായി. എന്നിട്ട് എന്താക്കി, ആ ഒരൊട്ടകം നല്ലൊരു മാർക്കറ്റ് വിലക്ക് വിറ്റിട്ട് ബനു ഹാഷിം ഗോത്രത്തിൽപ്പെട്ട പാവങ്ങൾക്ക് സദഖയായിട്ട് കൊടുത്തു. അതല്ല വിഷയം. എന്നിട്ട് നേരെ അബൂജഹൽ ഇരിക്കണോടത്ത് കാണിച്ചെന്നു. ഇയാൾ അതുവരെ ഇങ്ങനെ വെടിയിട്ട് ഇങ്ങനെ ഇരിക്കുക. ചെന്നിട്ട് പറഞ്ഞു, അവിടെ പേരെന്നെ വിളിച്ച് അമ്രു ലാ താഴത്ത് മിസ്ലിംസിലാലിക്ക. ആരും ആ മക്കത്തൊരാൾ അയാളെ അമ്രെന്ന് വിളിച്ചോലും ഉണ്ടാവില്ല. ഒക്കെ അബുൽ ഹക്കം എന്ന് പറഞ്ഞ് ബഹുമാനിക്കുക എന്നല്ലാതെ ഉമ്മട്ട പേര് അതാ അമ്ര. അമ്രുബിൻ ഹിഷാം എന്ന അയാളെ പേര്. നേരെ ചെന്നിട്ട് പറഞ്ഞു, യാ അമ്രു ലാ താഴത്തുൽ മിസ്ലിയാൽ. ഈ നിലക്ക് അന്യ നാട്ടുകാർ വരുമ്പോൾ അവരെ കഷ്ടപ്പെടുത്തുന്ന പണി മേലിൽ ആവർത്തിക്കരുത് പറഞ്ഞു. ഇല്ല, ഞാൻ ചെയ്യൂല. ഇങ്ങനെ ഇടപെടേണ്ടതൊക്കെ ഇടപെട്ട് സാമൂഹ്യ പ്രശ്നങ്ങൾക്ക് പരിഹാരം. ഈ 2 ആളും ഇസ്ലാം മതം സ്വീകരിച്ചു. ഈ ഇറാഷി മറ്റേയാൾ സുബൈദിയാണ്. ഈ സുബൈദിയും ഈ ഇറാഷിയും ഈ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. 2 നാട്ടുകാരായില്ലേ. അവർ പോയിട്ട് പിന്നെ ആ നാട്ടിൽ പ്രവചനം നടത്തുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതേ സമയത്ത് അബൂ ത്വാലിബ് ചെയ്യുന്ന സംരക്ഷണത്തിന് തുല്യതയില്ലാത്ത സംരക്ഷണമാണ് അയാൾ ചെയ്യുന്നത്. രാത്രി ഈ കൂട്ടത്തിൽ കാഫറുണ്ട് മുഅ്മിനുണ്ട്. അല്ല, ഭൂരിപക്ഷവും കാഫറാണ്. ബനു ഹാഷിം ബനു മുത്തലിബിൽ അന്ന് മഹാഭൂരിപക്ഷം കാഫറാണ്, മുശ്രിക്കാണ്, അബൂജഹലിന്റെ ആൾക്കാരാണ്. ഇവരൊക്കെ കൂടിയെങ്കിലും ഉറപ്പിക്കാൻ പറ്റൂലല്ലോ. അപ്പൊ എല്ലാവരും കിടക്കുന്ന സമയത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കൊരു വിരിപ്പിരിച്ചു കൊടുക്കും. അതിൽ കിടക്കും. മക്കളും ജ്യേഷ്ഠൻ്റെയും അഞ്ചൻ്റെയും മറ്റോലിയൊക്കെ മക്കളൊക്കെ അപ്പുറപ്പുറമൊക്കെ ആയിട്ട് കിടക്കും. എല്ലാവരും കിടന്ന് ഉറക്കമായി കഴിഞ്ഞാൽ അബൂ ത്വാലിബ് അതുവരെ ഉറങ്ങാതിരിക്കുകയാണ്. എല്ലാവരും ഉറക്കമായി എന്ന് കണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മെല്ലെ ആ സ്ഥാനത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുക. കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേൽപ്പിച്ചിട്ട് തൻ്റെ മക്കളെയോ ജ്യേഷ്ഠന്മാരുടെ മക്കളെയോ അതല്ലെങ്കിൽ അടുത്ത കുടുംബത്തിൽപ്പെട്ട മറ്റുള്ള ഒരാളെയോ അവർ കിടക്കുന്നോടത്ത് എഴുന്നേൽപ്പിച്ചിട്ട് അവിടെ കൊണ്ടുപോയി നബി തങ്ങളെ കിടത്തി ഇയാളെ അവിടെ കൊണ്ടുവന്ന് നടത്തുക. കാരണം ഇരുട്ടിൻ്റെ മറവിൽ നബി തങ്ങൾ നേരത്തെ കിടന്നുറങ്ങുന്നത് കണ്ട വല്ല ശത്രുവും ഇക്കൂട്ടത്തിലും ഉണ്ടാവാലോ. ഒരു മുശ്രിക്കല്ലേ തോന്നി ഉണ്ടാവാലോ. അങ്ങനെ വരുമ്പോൾ ഉറങ്ങുന്ന ആള് നബി തങ്ങൾ ഇന്ന സ്ഥലത്താണെന്ന് ഉറങ്ങിയത് എന്ന് കൃത്യമായി മനസ്സിലാക്കിയ ആള് എല്ലാവരും ഉറക്കിലാകുന്ന സമയത്ത് വല്ല ഉപദ്രവവും ചെയ്യുകയാണെങ്കിലോ എന്ന നിലക്ക് അതിന് സ്വന്തം മക്കൾ തന്നെ പോകേണ്ടി വന്നിട്ട് പോട്ടെ, എന്നാലും നബി തങ്ങൾക്കൊന്നും പറ്റരുത്. ഈ 3 കൊല്ലവും ഈ നിലക്ക് ഓരോ രാത്രിയും ജാഗ്രതയോടുകൂടിയാണ് അബൂ ത്വാലിബ് നീങ്ങുന്നത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോ നബി തങ്ങൾ ഒന്നും സംഭവിക്കാത്തത് പോലെ ദഅവത്ത് പ്രവർത്തനവും ദീനീ പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. പക്ഷെ ഇവരോടൊക്കെ സംരക്ഷണമുണ്ട്. ബനു ഹാഷിം, ബനു മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിരീക്ഷിച്ചുകൊണ്ട് എപ്പോഴും ഉണ്ടായാലും മുഅ്മിനെന്നോ കാഫിറെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും സഹകരിച്ചു കൊണ്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ പട്ടിണി സഹിക്കാൻ വയ്യാതായി. ഭക്ഷണം കിട്ടണ്ടേ? സംസം വെള്ളം പുറത്തുനിന്ന് കോരുന്നതിനോൾക്ക് തടയാനൊന്നും കഴിയില്ല. അത് അവരെ കയ്യിലാണ് ഇപ്പോഴും ഉള്ളത്. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കയ്യിലാണ് അതുള്ളത്. അതങ്ങനെ വന്നതാ. ശരിക്ക് അബൂ ത്വാലിബിനാണ് അതിൻ്റെ അധികാരം. അബൂ ത്വാലിബ് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ സാമ്പത്തികമായി വലിയ ഞെരുക്കം അനുഭവപ്പെടുന്നവരാണ്. ഹജ്ജ് വേളകളിൽ വമ്പിച്ച ചെലവ് വരും ഇതിന്. അങ്ങനെ ഒരു തിരിച്ചു തരാം എന്ന വ്യവസ്ഥയിൽ അത് കൊടുത്ത് പിറ്റത്തെ ഹജ്ജ് സീസൺ ആകുന്നവരെ കൊടുക്കാൻ മുമ്പരടുത്തൊരു കാശുമില്ല. അടുത്ത കൊല്ലമായപ്പം പറഞ്ഞു, അനുജനാണല്ലോ അബ്ബാസ് റളിയല്ലാഹു അൻഹു, നല്ല വ്യാപാരിയാണല്ലോ, പണക്കാരനാണ്. പറഞ്ഞോടോ കഴിഞ്ഞ കൊല്ലത്തെ കാശ് തരാൻ പറ്റിയിട്ടില്ല, അത് ശരിയാണ്, ഈ ഒരു 12,000 ദിർഹമും കൂടി തരണം, ഒന്നിച്ച് അടുത്ത ഹജ്ജിൻ്റെ മുമ്പ് ഇങ്ങോട്ട് തരാറ്. അപ്പോൾ ഒരു ഡിമാൻഡ് അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഒക്കെ കാശ് തരാം, പക്ഷെ ഒരു ഷർത്തുണ്ട്, അടുത്ത കൊല്ലത്തെ ഹജ്ജ് സീസൺ ആകുമ്പോഴേക്ക് കഴിഞ്ഞ കൊല്ലം വാങ്ങിയ 20ഉം ഇക്കൊല്ലം വാങ്ങുന്ന 12ഉം കൂടി കൂട്ടിയിട്ട് 32 നേരത്തെ തരണം, ഇല്ലെങ്കിൽ നിങ്ങളോട് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല എന്നാണ് എൻ്റെ അർത്ഥം. എനിക്ക് ഏൽപ്പിച്ചെന്നാണ് ഞാൻ നടത്തിക്കൊള്ളാറ്. ഓ അങ്ങനെയാണ് കരാർ ചെയ്തു. പിറ്റത്തെ കൊല്ലായി നോക്കുമ്പോൾ കാശില്ല, ഒരിടത്തൊന്നും കൊടുക്കാനില്ല. അങ്ങനെ 32,000 ദിർഹം കൊടുക്കാനുള്ള അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിന് സിഖായത്തിന്റെ അധികാരം ജ്യേഷ്ഠനാവുന്ന അബൂ ത്വാലിബ് വിട്ടുകൊടുത്തു. അങ്ങനെ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ കൈവശത്തിലാണ് വെള്ളത്തിന്റെ അധികാരം, സംസമിന് അത് കിട്ടു. പക്ഷേ ഭക്ഷണം വേണ്ടേ? ഭക്ഷണമായിട്ട് കിട്ടുന്നത് വളരെ രഹസ്യമായി സ്വകാര്യമായി ആരെങ്കിലും കൊടുക്കുന്നത്. അതിൽ നല്ലൊരു ഭാഗം ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല പിന്നീട് മുസ്ലിമായ ആളാണ്. ബദർ യുദ്ധത്തിന് ശേഷമാണ് മുസ്ലിമായത്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹുവിന്റെ സഹോദരനാവുന്ന ഹിസാമിന്റെ പുത്രൻ ഹക്കീം ഒരു അത്ഭുത മനുഷ്യനാണ്. കഅബ ഷരീഫിന്റെ അകത്തുനിന്നാ പ്രസവിച്ചതെന്നാ പറഞ്ഞു. പ്രസവിക്കാൻ വേണ്ടി കഅബ ഷരീഫിന്റെ അടുത്ത് പോയതല്ല, കഅബത്തിന്റെ തൊട്ടടുത്താണ് അവരുടെ വീട്. ഖദീജ ബീവിന്റെ വീട് കിഴക്ക് സൂര്യൻ ഉദിച്ചാൽ കഅബ ഷരീഫിന്റെ നിഴൽ ഖദീജ റളിയല്ലാഹു തആല അൻഹ തറവാട് വീട് തണലായിട്ടുണ്ടാവും. ഉച്ചരിഞ്ഞ് അസർ താന്നാല് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ തറവാട്ട് വീടിന്റെ നിഴല് കഅബത്തുമ്മൽ കെട്ടുവിട്ടു. അത്രയും തൊട്ടടുത്തുള്ള കഅബയുടെ പടിഞ്ഞാറ് ഭാഗത്തായിരുന്നു ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ തറവാട് വീട് ഖുവൈലിദിന്റെ. അപ്പോ പ്രസവ വേദന വന്നപ്പം വീട്ടിന്റെ പുറത്താ വേജാറായിട്ട് എവിടേക്ക് പോകണ്ട, അങ്ങനെ കഅബത്തിന്റെ ഉള്ളിൽ കയറി അവിടെ താമസിച്ചത്. ലോക ചരിത്രത്തിൽ കഅബ ഷരീഫിന്റെ ഉള്ളിൽ ജനിച്ച മനുഷ്യൻ ഹക്കീം ഇബ്നു ഹിസാം റളിയല്ലാഹു തആല അൻഹു മാത്രമേ ഉള്ളൂ. പിന്നെ ഒരുപാട് അത്ഭുതങ്ങളൊന്നും പറയാൻ സമയമില്ല നമുക്ക്. 120 വയസ്സ് ജീവിച്ചിട്ടുണ്ട്. അത് 60 കൊല്ലം മുശ്രിക്കായി ജീവിച്ചു. പിന്നീട് 60 കൊല്ലം മുഅ്മിനായി സഹാബിയായി ജീവിച്ച് മരിച്ച വലിയ മഹാനാണ് ഹക്കീം ഇബ്നു ഹിസാം. വലിയ വ്യാപാരിയാണ്. അങ്ങനെ ഹക്കീം ഇബ്നു ഹിസാം എന്താക്കും,
ഒരൊട്ടകപ്പുറത്ത് കയറ്റാവുന്നിടത്തോളം ഭക്ഷണ സാധനങ്ങൾ കയറ്റി ഒരടിമയെയും കൂട്ടിയിട്ട് പോകും. എന്നിട്ട് എന്താക്കും, ഈ മലഞ്ചെരുവിൽ ഇവർ നിൽക്കുന്ന ഷഹബ് താലിബിൻ്റെ മലഞ്ചെരുവിൻ്റെ മലമുകളിലെത്തിയാൽ ഈ ഒട്ടകത്തിൻ്റെ കയറയച്ചിട്ട് തൊളിച്ചണ് വിടും. അത് തന്നെ താഴെ ചെന്നാൽ അറിയാം ഹക്കീമുൽ നിസാമിൻ്റെതാണ്. ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹാക്ക് വേണ്ടിയിട്ടാണ് കൊടുത്തയക്കുന്നതെങ്കിലും ഒരിക്കൽ പോലും ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ തൻ്റെ ആങ്ങളയുടെ മകനാവുന്ന ഹക്കീം കൊടുത്തയച്ച ഭക്ഷ്യവസ്തുക്കൾ ഒരിക്കലും അവരെടുത്തിട്ടില്ല. എല്ലാവർക്കും വീതം വെച്ചിട്ട് കിട്ടുന്ന ഒരു ഓരി മാത്രമാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. രണ്ടാമത് പിന്നീട് മറ്റൊരാളുള്ളത് ഹിഷാമുബിന് സുഹൈർ ഇബ്നു അബീ ഉമയ്യ, അല്ല ഹിഷാം ബിൻ അംർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന മറ്റൊരാളുണ്ട്. ഇയാള് യഥാർത്ഥത്തിൽ ബനു ഹാഷിമുകാരനല്ലെങ്കിലും ബഹുമാനപ്പെട്ട ഹാഷിം എന്നവരുടെ മകൻ നളലത്തിൻ്റെ ഭാര്യയുടെ പുത്രനാണ്. അത്രേ ബന്ധമുള്ളൂ. ഹാഷിം തങ്ങളുടെ ബനു ഹാഷിംകാരനായ നളലത്തിൻ്റെ ഭാര്യക്ക് ആദ്യത്തെ ഭർത്താവിലുണ്ടായ പുത്രനാ. അങ്ങനൊരു ബന്ധം, ചെറിയ ബന്ധമുള്ളതിൻ്റെ പേരിൽ തൻ്റെ കുടുംബങ്ങൾ, ഉമ്മയുടെ കുടുംബങ്ങൾ ഇവിടെ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുകയാണ് എന്ന് കണ്ട നിലക്ക് അദ്ദേഹം എന്താക്കും, ഇടവിട്ട ദിവസങ്ങളിൽ ഇവരുടെ ശ്രദ്ധയില്ല എന്ന് കാണുമ്പം അവർ രാത്രി വരെ നിരീക്ഷിക്കുക ആരെങ്കിലും സാധനം കൊണ്ടുണ്ടോ കൊടുക്കുന്നുണ്ടോ എന്ന് ഷിക്കിങ്ങൾ. അങ്ങനെ ഭക്ഷണ സാധനങ്ങളെല്ലാം ഒട്ടകപ്പുറത്ത് കയറ്റിയിട്ട് അയാളും ചെയ്ത് തന്നെ. അങ്ങോട്ടാരും പോകില്ല, ഷഹബ് അബീ ത്വാലിബിലേക്ക് ആരും പോകില്ല. അവർ പോയാൽ മറ്റൊരിടക്കൽ കുറ്റക്കാരാവുമല്ലോ. ഒട്ടകത്തിന് എങ്ങനെയാണ് തൊളിച്ചു വിടും. അങ്ങനെ ഷഹബിൽ താഴെ ഇറങ്ങിച്ചെന്ന ഒട്ടകത്തിൻ്റെ പുറത്തുള്ള ഭക്ഷണം സാധനങ്ങൾ അവരെടുക്കും, കഴിക്കും. ഇതിങ്ങനെ തുടർന്ന് പോരുന്നതിൻ്റെ ഇടക്ക് ഒരു ദിവസം ഹക്കീം ബിൻ ഹിസാം തൻ്റെ അടിമയെയും കൂട്ടി ഭക്ഷ്യവസ്തുക്കളുമായിട്ട് ചെല്ലുകയാണ്. അബൂജഹൽ നേരെ കയ്യോടെ പിടിച്ചു. നമ്മൾ കരാറനുസരിച്ച് അവരിൽ നിന്നൊന്ന് വാങ്ങാനോ അവർക്ക് കൊടുക്കാനോ പാടില്ല എന്നാണ് കരാർ ചെയ്ത് ഒപ്പിട്ടപ്പെട്ട ഒരാളല്ലയും. പിന്നെ എന്താ നീ ചെയ്യുന്നത്? നിന്നെ ഞാൻ ആളടയിൽ വഷളാക്കും എന്ന് പറഞ്ഞു പിടിച്ചു. അപ്പോൾ ഹക്കീം നിസാം പറഞ്ഞു, അങ്ങനെ പറയരുത്. ഞാൻ ബനു ഹാഷിമുകാർക്കെല്ലാം കൊടുക്കുന്നത്. എൻ്റെ അമ്മായി, എൻ്റെ വാപ്പയുടെ പങ്ങള് ഖദീജ ഉണ്ട്. അവര് എൻ്റെ വാപ്പൻ്റെ പങ്ങളാണ്. അവർ പട്ടിണി എടുക്കാൻ പാടില്ല. ഞാൻ അവർക്കാ കൊടുക്കുന്നത്. തടയാന്ന് വിചാരിച്ചു ആർക്കാരും പറ്റൂലായിരുന്നു. ഇത് കേട്ടുകൊണ്ട് അവരുടെ കക്ഷിയിൽ തന്നെ പെട്ട അബുൽ ബഹ്തരി ഓടി വന്നു. എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. പ്രശ്നം നമ്മൾ കരാർ ചെയ്തനുസരിച്ച് ബനു ഹാഷിമുകാർക്ക് ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഹക്കീം ബിൻ ഹിസാം ആ ഒട്ടകപ്പുറത്ത് ചരക്ക് കയറ്റിയിട്ട് അങ്ങോട്ട് വിടുന്നു. ഇതൊക്കെ പറ്റൂലായിരുന്നു. അയിമ്പലൊന്നും നിങ്ങൾ അങ്ങനെ വർത്താനം പറയാൻ നിൽക്കണ്ട, ഓൻ്റെ അമ്മായിയല്ലേ. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞാൽ പിന്നെ നമ്മളെ കരാറിന് വല്ല വ്യവസ്ഥയുണ്ട്. ഇതും ഉണ്ടാക്കിടാറ്. എൻ്റെ അമ്മായിയോടോ എൻ്റെ അമ്മമാരോടുണ്ടെങ്കിൽ ഇത് ചോദിച്ചു ഇപ്പോഴും പറഞ്ഞു. അടിയായി. രണ്ടാളും ഒരു കക്ഷിക്കാർ തന്നെ. അബുൽ ബഹ്തരി ഗാഫറായി ചത്താളാണ്. അബുൽ ബഹ്തരിയും അബൂ ജാഹിലും തമ്മിലടി. അടി മൂത്തപ്പം കയ്യിൽ കിട്ടിയ ഒരു ഒട്ടകത്തിൻ്റെ താടിയെല്ലുകൊണ്ട് അബൂ ജഹലിൻ്റെ തലക്കടിക്കുകയും തല പൊട്ടി ചോര വരികയും ചെയ്തു. അവിടെ മുതൽ ഇവർ ചിന്തിക്കാൻ തുടങ്ങി, ഇത് ഈ നിലക്ക് വിട്ടാൽ ഇനി പറ്റില്ല, ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണണം. ആദ്യം ഈ രംഗത്ത് ഈ വിഷയത്തിൽ ഇറങ്ങിയത് ഹിഷാം ബിൻ അംർ ബിൻ ഹാരിസ് തന്നെയാണ്. അയാൾ പിന്നീട് മുസ്ലിം ആകാൻ ഭാഗ്യം കിട്ടിയ മഹാന്മാരാ. 6 ആളാണ് ഈ രംഗത്ത് ഈ പഴയ കരാർ പൊളിക്കാനും ബനു ഹാഷിമിനെയും ബനു മുത്തലിബിനെയും ഷഅബിൽ നിന്നിട്ട് രക്ഷപ്പെടുത്താനും വേണ്ടിയിട്ട് കൂടിയാലോചിച്ച് തീരുമാനിച്ച് ആസൂത്രണം നടത്തിയത് 6 ആളുകളാണ്. അതിൽപ്പെട്ട 2 ആള് മുശ്രിക്കായിട്ട് തന്നെ മരണപ്പെട്ടു പോയി. ബാക്കി 4 ആളുകളും മോമിനീങ്ങളായി സ്വഹാബകളാകാൻ ഭാഗ്യം കിട്ടിയവരാണ്. ഇതിൽ മുന്നിട്ടിറങ്ങിയത് ഹിഷാം ബിൻ അംർ ബിൻ ഹാരിസ് എന്ന് പറയുന്ന മഹാനാണ്. അദ്ദേഹം എന്താക്കി, നേരെ സുഹൈർ ബിൻ അബീ ഉമയ്യ എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. ഇയാൾക്ക് എന്താ ബന്ധം?
ഈ സുഹൈർ നബി തങ്ങളുടെ അമ്മായി ആത്തിക്കന്റെ മോനാണ്. ബാപ്പ ബനു മഖ്സൂമുകാരനാണ്, പക്ഷെ ഉമ്മ ബനു ഹാഷിമാണ്. അപ്പൊ എൻ്റെ ഉമ്മാന്റെ കുടുംബം അമ്മാവന്മാര് അവരാണല്ലോ പട്ടിണി എടുക്കുന്നത്. സുഹൈറിന്റെ അടുത്ത് പറഞ്ഞു, എടോ നമ്മളൊക്കെ നാട്ടിൽ കൊള്ളാവുന്ന ആളുകള്, മാന്യന്മാര്, ജീവിക്കാൻ വഴിയുള്ളവര്, നമ്മളെ കുടുംബങ്ങളെ നമ്മളെ അമ്മാവന്മാരും നമ്മുടെ എളാപ്പമാരും പട്ടിണി കിടന്ന് മരിക്കുമ്പോൾ നമ്മൾ സൂഹിക്കുന്നതിൽ എന്താണോ അർത്ഥം? നമ്മൾ സുഭിക്ഷമായി ഭക്ഷിക്കുക, അവിടെ പട്ടിണി കിടക്കുക. നമ്മൾ ഭാര്യമാരുമായി സുഖിക്കുക, അവർ ഒറ്റയ്ക്ക് മലഞ്ചെരുവിൽ പോയി അഭയാർത്ഥികളായി താമസിക്കുക. അബുൽ ഹക്കമല്ലേ മുമ്പിലുള്ളത്? അയാൾ അമ്മാവന്മാർ ആ കൂട്ടത്തിലുണ്ടായിരുന്നെങ്കിൽ ആ കരാറിൽ അയാൾ ഒപ്പിടുമോ? എടാ, ഈ ബനു ഹാഷിമാര് നിന്റെ അമ്മാവന്മാരല്ലേ? അപ്പൊ സുഹൈർ പറഞ്ഞു, ശരിയാണ്, അബ്ദുൽ മുത്തലിബിന്റെ മോനാണെന്നേ, ശരിയാണ്. പക്ഷെ ഞാൻ എന്താ കാട്ടുക? ഞാൻ ഒറ്റക്ക് എന്തും ചെയ്യാനാവോ? വേറെ ആരെങ്കിലും ഉണ്ടോ ചോദിച്ച്. ഉണ്ടോ എന്ന് ഞാൻ തന്നെ. അപ്പൊ നമ്മൾ രണ്ടാളായി. ഇനി ആരാ മൂന്നാമത്തെ ഒരാളെ കിട്ടുമോ? നമ്മൾ ഇത് ഒരു നാട് ഒന്നിച്ച് എടുത്ത കരാറ് പൊളിക്കണമെങ്കിൽ അതിനൊരു സംഘടിത ശക്തി വേണമല്ലോ. മൂന്നനാമനാൾ കിട്ടുമോ ചോദിച്ച്. ആ കിട്ടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇയാള് നേരെ പോയത് മുത്തഇം ഇബ്നു അദി എന്ന് പറയുന്ന വലിയ പണക്കാരനും ധർമ്മിഷ്ഠനും. അയാള് മുത്തഇം ഇബ്നു അദി വലിയ ധർമ്മിഷ്ഠനാണ്, നല്ല ശുദ്ധ മുശ്രിക്ക് നേതാവുക. അയാളടുത്ത് ചെന്നിട്ടും ദേ പറച്ചിലെന്ന് പറഞ്ഞു, അല്ല നമ്മളൊക്കെ ഒരു നാട്ടുകാർ, ഒരു കുടുംബക്കാര്, ബനു അബ്ദു മനാഫിൽ അല്ലെങ്കിൽ പോലും ബനു ഖുസയ്യിലല്ലേ നമ്മളുള്ളത്. നമ്മൾ ഈ ബനു ഖുസയ്യാര് നമ്മളിവിടെ സുഖമായി ഭക്ഷിക്കുക, സുഖമായി വീട്ടിൽ സുഖിക്കുക, ഭാര്യമാരും മക്കളുമൊത്ത്. ബനു ഹാഷിമും ബനു മുത്തലിബും പട്ടിണി കിടന്ന് മരിക്കുകയാണ്. ഇതൊക്കെ നമുക്ക് പറഞ്ഞ സംസ്കാരമാണോ? ഇതാണോ ഖുസൈ നമ്മളെ പഠിപ്പിച്ചത്? ഖുറൈശികളെ സംസ്കാരം. ഖുസൈ ഓലെടുക്കൽ വലിയ പടച്ചോനാ. എല്ലാ ഖുറൈശികളും ഖുസൈ എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കാത്തവരില്ല. ഖുസൈ പഠിപ്പിച്ചത് ഇതല്ലല്ലോ. കഷ്ടപ്പെടുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും പാവങ്ങളെ സഹായിക്കാനും സംരക്ഷിക്കാനും അല്ല പഠിപ്പിച്ച്. ഇതെന്തിനായാണ്? എനിക്ക് നേരത്തെ തന്നെ ഉണ്ട് അഭിപ്രായം. ആ കരാർ എഴുതുമ്പോൾ തന്നെ എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട്. പിന്നെ എല്ലാവരും പറയുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞിട്ട് ഒറ്റപ്പെടണ്ടെന്ന് എഴുതിയിട്ട് ഉണ്ടാകുന്നതാണ് എനിക്ക് പണ്ടേ അഭിപ്രായം ഉണ്ട്. കാരണം ഞങ്ങളതിനിറങ്ങണേ, എടോ ഞാൻ ഒറ്റയ്ക്ക് എന്താ കിട്ടുക? ഞാനും ഉണ്ട് കാരണം, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ പറഞ്ഞു. സുഹൈറും ഉണ്ട് പറഞ്ഞു. എന്നാ നാലാമത് ആരെങ്കിലും കിട്ടുമോ നോക്കുക പറഞ്ഞു. ഇതിനൊക്കെ നടക്കുന്നത് ഹിശാം തന്നെയാണ്. പിന്നെ പോയി നേരെ അബുൽ ബഖ്തരിൻ്റെ അടുത്ത്, പണ്ട് തല്ലുണ്ടാക്കി അബുൽ ബഖ്തരിൻ്റെ അടുത്ത്. തല്ലുണ്ടാക്കിയെങ്കിലും കരാറ് വിളിക്കാനൊന്നും അയാൾ നിന്നിട്ടില്ല. അബുൽ ബഖ്തരിൻ്റെ അടുത്ത് പോന്നിട്ട് ഹിശാം ഇതേ പറച്ചിൽ പറഞ്ഞു, അല്ല നമ്മളൊക്കെ നാട്ടിലെ മാന്യന്മാരും യോഗ്യന്മാരും പണക്കാരും ഖുറൈശികളും നമ്മളെ സ്വന്തം രക്തത്തിന്റെ ഭാഗമല്ലേ ബനു ഹാഷിം ബനു മുത്തലിബും? പട്ടിണി കിടന്ന് മരിക്കുകയാണ് ഷാബ് പോയിട്ട്. നാട്ടുകാർ പറയില്ലേ ഖുറൈശികളല്ലേ നമ്മള്? ഖുറൈശികളുടെ സംസ്കാരം ഇങ്ങനെയാണോ നമ്മളോട് പഠിപ്പിച്ചത് ഖുസൈ? അതെ, എനിക്കും അറിയാം, എനിക്ക് നേരത്തെ പറയണ്ടോ അത്. പിന്നെ അബുൽ ഹക്കമ് പറയുമ്പോൾ എന്താ കാട്ടുക എന്നുള്ള ആൾക്ക് മുണ്ടാതെന്നല്ലേ. ഞങ്ങളതിലൊന്ന് ഇറങ്ങി, നിങ്ങൾ ഇവിടെ നാട്ടിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു എണ്ണപ്പെട്ട തലവനും നേതാവും പ്രായം ചെന്ന ആളുമല്ലേ, നിങ്ങൾ ആ രംഗത്തൊന്ന് മുന്നിട്ട് ഇറങ്ങിക്കൂടെ? എടാ ഞാനൊറ്റയ്ക്ക് എന്താ ചെയ്യുക? നിങ്ങളൊറ്റയ്ക്കല്ല, ഞാനും ഉണ്ട്, നമ്മൾ രണ്ടാളല്ലേ ഉള്ളൂ. അല്ലാന്ന് മുത്തഇം ഇബ്നു അദി ഉണ്ട്, പിന്നെ ആരുണ്ട്? സുഹൈറുണ്ട്. എന്നാ ആരെങ്കിലും ഒരാളേനും കിട്ടുമോ നോക്കുക. പിന്നെ അയാൾ പോയി നേരെ പോയത് എവിടുക്കാറിയോ? സമ്അത്ത് ബിൻ അസ്വദ്. തങ്ങളുടെ കടുത്ത ശത്രുവാണ് സമ്പത്ത്. എന്നാൽ പോലും ബനു ഹാഷിമുമായിട്ട് ബന്ധമുണ്ട്, ഉമ്മ ബന്ധമുണ്ട്. ഈ ഉമ്മ ബന്ധത്തിന്റെ പേരിൽ സമ്മത്തിനോടും ഇതേ വാക്ക് പറഞ്ഞു, ശരിയാണ്, നമ്മളെ അമ്മാവന്മാരാണ്, നമ്മളെ ബന്ധുക്കളാണ്. സംഗതി ഒരു വാശിക്ക് അങ്ങനെ ചെയ്തെങ്കിലും അത് തുടർന്നു പോകുന്നതിനോട് എനിക്കും യോജിപ്പില്ല. ഞങ്ങളെ രംഗത്തിറങ്ങണം, ഇത് പൊളിക്കണം നമുക്ക് ഈ കരാർ, എന്നിട്ട് ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. എടാ ഞാനൊറ്റയ്ക്ക് എന്താ ചെയ്യാന്ന്? ഇന്നാളുണ്ട്, നാലാളെ പറഞ്ഞു. എന്നാ ഞാൻ ആരെങ്കിലും ഒന്നുകൂടി കിട്ടുമോ നോക്കുക വെച്ച്. അങ്ങനെ സുഹൈൽ ഇബ്നു ബൈദാ അൽ ഫിഹ്രി എന്ന് പറയുന്ന സുഹൈലിന്റെ അടുക്കൽ ചെന്നു. ഇതേ മറുപടി തന്നെ സുഹൈലും പറയും. സുഹൈറിനോടും പറഞ്ഞ് ഇങ്ങനെ 5 ആളുണ്ട് നമ്മൾ കയറും, എന്നാ 6ാമത്തെ ആരെങ്കിലും ഒന്നുകൂടി കിട്ടുമോ നോക്കിയാറ്. അങ്ങനെ നടക്കുന്ന ആശം പിന്നെ എവിടെ പോയി? അദി ഇബ്നു ഖൈസിന്റെ അടുത്ത് ചെന്നു. അദി ഇബ്നു ഖൈസിനോട് പറഞ്ഞു, ഇങ്ങനെ 6 ആള് നേരെ ഒരുമിച്ച് കൂടി ആരെയും ശ്രദ്ധയിൽപ്പെടാത്തൊരു സ്ഥലത്ത് ഒരുമിച്ച് കൂടിയിട്ട് പറഞ്ഞു,
നമ്മളൊരു കാര്യം ചെയ്യുക, നാളെ രാവിലെ ഒരുത്തിരിക്കാൻ പാടില്ല, 6 ആളുകളും അവരവരുടെ കുടുംബങ്ങളുടെ കൂട്ടത്തിലിരിക്കുക. എന്നിട്ട് ഒരാൾ തുടങ്ങണം. ആരാ തുടങ്ങുക വെച്ച്? അത് സുഹൈർ പറഞ്ഞ് ഞാൻ തുടങ്ങിക്കോളാറ്. കാരണം ഇയാൾക്ക് നേരെ മോനാ, കാരണം അബ്ദുൽ മുത്തലിബിന്റെ നേരെ മോളൗട്ടിയല്ലേ. ഞാൻ തുടങ്ങിക്കോളാം, നിങ്ങൾ പിന്തുണച്ചാൽ മതിയായിരുന്നു. ഓക്കെ, അങ്ങനെ സമ്മതിച്ചു പറഞ്ഞു. അങ്ങനെ രാത്രി കഴിഞ്ഞ് നേരം പോലത്തെ എല്ലാവരും സാധാരണ പോലെ മസ്ജിദുൽ ഹറാമിൽ ഒരുമിച്ച് കൂടി. ആളുകൾ അങ്ങനെ കൂടിക്കുന്ന സമയത്ത് നേരെ സുഹൈർ ഇബ്നു അബീ ഉമയ്യ എഴുന്നേറ്റിട്ട് പറഞ്ഞു, അല്ല ഖുറൈശികളെ, നമ്മൾ എന്ത് സംസ്കാരമായി കാണിക്കുന്നത്? നമ്മൾക്ക് ഖുസൈ പഠിപ്പിച്ച സംസ്കാരം ഇതാണോ? നമ്മുടെ സ്വന്തം കുടുംബങ്ങൾ, എൻ്റെ അമ്മാവന്മാരുൾപ്പെടെ ഷാബിൽ പോയി പട്ടിണി കിടന്ന് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണോ നമ്മുടെ സംസ്കാരം? നമ്മൾ സുഭിക്ഷമായി ഭക്ഷിക്കുന്നു, സുഖിക്കുന്നു, കുടുംബത്തിൽ ജീവിക്കുന്നു. ഇതിനൊരു പരിഹാരം വേണ്ടേ? ഈ ബന്ധം മുറിക്കൽ അള്ളാഹ്ക്ക് ഇഷ്ടമുണ്ടാവുമോ? നമ്മളെ പൂർവ്വപിതാക്കൾക്ക് ഇഷ്ടപ്പെടുമോ? ഖുറൈശി സംസ്കാരമാണോ? അപ്പോൾ എഴുന്നേറ്റ് അബൂ ജഹൽ പറഞ്ഞു, ഉണ്ടാതിരടാ, എൻ്റെ അമ്മമാരെ പറഞ്ഞിട്ടല്ലേ ഞങ്ങൾക്ക് ഞങ്ങൾ ആദർശാവരുത്. ആ ആദർശത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ഒപ്പിട്ടത്. അതുകൊണ്ട് കളവായി പറഞ്ഞു ആ കരാർ തൊടാൻ കൂടെ കഴിയൂല. അത് പറയേണ്ട താമസം ഉടനെ ഹിശാം എടുത്തു, സുഹൈർ അല്ല ആള് പറഞ്ഞ, ഇജ്ജാ വലിയ ആള് പറയുന്നത്. ഞങ്ങളത് പണ്ട് കരാർ എഴുതിയെന്ന് തന്നെ ഇഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളെ സംസ്കാരത്തിന് യോജിക്കാത്ത, അള്ളാഹ്ക്ക് പൊരുത്തില്ലാത്ത, ഖുറൈശി സംസ്കാരത്തിനെതിരായ ഈ ബന്ധവിച്ഛേദനം നമ്മൾ പണ്ടെന്നെ എന്നോട് യോജിക്കുന്നില്ല. ഉടനെ അബുൽ ബഹ്തരി പറഞ്ഞു, ഈ കരാർ ഇവിടെ നിലനിൽക്കുന്ന ഓരോ ദിവസവും അള്ളാഹുവിൻ്റെ ശാപമാണ് നമുക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അന്ന് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അത് നിലനിർത്താൻ പാടില്ല, പൊളിച്ചു കളയണം. അതേ പിന്തുണച്ചുകൊണ്ട് മുത്തൈമിൻ അദി പറഞ്ഞു, സുഹൈൽ ബിൻ ബൈള പറഞ്ഞു, ഹദീം ഖൈസർ ഒക്കെ വേറൊരുത്തുന്ന ഒരുത്തിനായി ആലോചിച്ച. അപ്പം ഇതെന്താന്ന് നേരത്തെ അവിടെ ആലോചിച്ച് തീരുമാനിച്ചതാണെന്ന് വരണ്ടെന്നുള്ള ആൾക്ക്. പക്ഷേ ഇതൊക്കെ തിരിയുന്ന ആൾ തന്നെയാണ് ഈ അബൂ ജഹൽ. അബൂ ജഹൽ പറഞ്ഞു, ഹാദാ അംറുൻ ഖദ് ഖുദിയ ഫീ ലൈൽ. ഇതേ ഒരു അങ്ങേ മൂലക്കെന്ന് മറ്റൊങ്ങ മൂലക്കെന്ന് മറ്റേ എങ്ങ മൂലക്കെന്ന് പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വിഞ്ചിതരാണ്ട. ഇവര് രാത്രി ഇരുന്ന് ഗൂഢാലോചന നടത്തിയതാണ് ഈ പരിപാടി. നടക്കാൻ പോകുന്നില്ല പറഞ്ഞാൽ ആളുകളിളകി. പക്ഷെ ഇതിന്റെ മുമ്പ് തന്നെ സംഗതി എന്തായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല വഹി അറിയിച്ചു. ആ കരാർ എഴുതി ഭദ്രമായി കവറിലിട്ട് ഒട്ടിച്ച് കഅബ ഷരീഫിന്റെ ചുമരിന്റെ ഉള്ളിൽ തൂക്കിയതാണ് അകത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തആല വഹി അറിയിച്ചു. ആ 2 പത്രങ്ങളുണ്ട് എഴുതി വെച്ച്. അതിൽ ഒന്നിൽ അള്ളാഹുവിൻ്റെ അസ്മാകൾ ബിസ്മിക അല്ലാഹുമ്മ കൊണ്ടാണ് അവരൊക്കെ തുടങ്ങുക. ഈ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ ഒഴിച്ച് ബാക്കിയൊക്കെ ചെതൽ തിന്നണ ഒരു പത്രത്തിൽ. മറ്റേ പത്രത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മ മാത്രം നിർത്തി ബാക്കി മുഴുവനും ചെതൽ തിന്നുപോയിരിക്കും. കരാർ ഇപ്പോൾ എവിടെയില്ല. ഒന്നിൽ അള്ളാഹുവിൻ്റെ കലിമത്തുകളും അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാവും സിഫാത്തും പറഞ്ഞതൊക്കെ ചെതൽ നിന്നുപോയി. പോലെ ഈ അക്രമത്തിൻ്റെ വാക്ക് മാത്രമേ ഉള്ളൂ. മറ്റേലാണെങ്കിലോ അവരിൽ ഉൽമിൻ്റെ വാക്ക് ഒറ്റൊന്നുമില്ല, അള്ളാഹുവിൻ്റെ അസ്മാവ് മാത്രമേ ഉള്ളൂ. ഈ വിവരം മൂത്താപ്പയോട് പറഞ്ഞു. മൂത്താപ്പ, അള്ളാഹ്ക്ക് പൊരുത്തമില്ലാത്ത ഈ കരാറ് അള്ളാഹു തആല അവൻ്റെ സൃഷ്ടികളിൽപ്പെട്ട അർളത്ത് എന്ന് പറയുന്ന ചെതലിനെ അയച്ചിട്ട് ഇങ്ങനെ തിന്ന് തീർത്തിട്ടുണ്ട്. അപ്പോ അബൂ ത്വാലിബ് പറഞ്ഞു, അതാണ് ശരി, എൻ്റെ മോൻ എന്നോട് ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല, ഇത് സത്യമായിരിക്കും, ഇത് നമുക്കൊരു തെളിവാണ്. അങ്ങനെ എല്ലാ നേതാക്കന്മാരെയും കുറേ അവരുടെ കുടുംബത്തിൽപ്പെട്ട 2 കുടുംബത്തിലെ നേതാക്കന്മാരെയും കൂട്ടിയിട്ട് അബൂ ത്വാലിബ് നേരെ മക്കത്തേക്ക് മസ്ജിദുൽ ഹറാം കാണിച്ചു. മസ്ജിദുൽ ഹറാം ചെന്നപ്പം ഇവരതിന് മുമ്പ് അങ്ങനെ സംഘടിച്ച് വരാറില്ല. എന്താ സംഭവിക്കാൻ പോകണം, എന്തോന്ന് പുതിയ സംഭവിച്ചിട്ടുണ്ടെന്നുള്ള ആൾക്ക് എല്ലാവരും കൂടി എന്ത് ഒന്നുമല്ല, നമ്മൾ നേരത്തെ തന്നെ നിങ്ങൾ വിഷമിക്കുന്നതിൽ നമുക്ക് പ്രയാസമുണ്ട്. പക്ഷെ എന്നാലും നമ്മുടെ നാട്ടിൽ ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ നിങ്ങളെ ഈ മോനെ വിട്ടു തന്നായി പ്രശ്നം കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് കാര്യം അത്യാവശ്യം ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അബൂ ത്വാലിബ് പറഞ്ഞു, ഞാൻ നിഷ്പക്ഷമായി ഒരു കാര്യം പറയാനാണ് വന്നത്.
ഈ കാബത്തിൻ്റെ ഉള്ളിൽ അടച്ച് പൂട്ടി ഭദ്രമാക്കി വെച്ച തൂക്കിയിട്ട ഈ എഴുതിയ പത്രത്തെക്കുറിച്ച് എൻ്റെ മകൻ പറയുന്നു, അവൻ എന്നോട് ഇന്ന് വരെ കളവ് പറഞ്ഞിട്ടില്ല. ഒരു പത്രത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മ മാത്രം ബാക്കിയുണ്ട്, ബാക്കി കരാർ മുഴുവനും ചെതല് നിന്നിട്ടുണ്ടെന്നും, മറ്റേ പത്രത്തിൽ അള്ളാഹുവിൻ്റെ ഇസ്മ മാത്രം ബാക്കി കരാർ മുഴുവനും നശിപ്പിച്ച് അള്ളാഹിൻ്റെ ഇസ്മ മാത്രം ബാക്കി, മറ്റേൽ അള്ളാഹിൻ്റെ ഇസ്മ നശിപ്പിച്ച് കരാർ മാത്രം ബാക്കി, ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാണെങ്കിൽ, ആരും കാണാത്ത സംഗതിയാണ്, കഅബ ഷരീഫിൻ്റെ താക്കോലുകാരല്ലാതെ അത് തുറക്കാറില്ല, ഇവർ ഷാബിൽത്തുള്ളവർക്ക് വരാൻ കഴിയില്ല എന്നൊക്കെ എല്ലാവർക്കും ഉറപ്പാണ്. അപ്പം അത് ശരിയാണെങ്കിൽ ഖുറൈശികളെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ എന്തൊക്കെ ചെയ്താലും ബനൂ ഹാഷിമിലും ബനൂ മുസ്തലിബിലും ഒരു പുരുഷൻ ജീവിക്കുന്ന സമയത്ത് മുഹമ്മദിനെ നിങ്ങൾക്ക് തൊടാൻ കഴിയൂല, ഞങ്ങൾ വിട്ടുതരൂല്ല. അല്ല, അത് കളവാണെങ്കിൽ ഞങ്ങൾ വിട്ടുതരാം, ഞങ്ങൾ കണ്ടോട്ടെ, കൊല്ലിയ പിടിയ എന്ത് ചെയ്താലും വേണ്ടില്ല, ഞങ്ങൾ വിട്ട്. അപ്പം നിഷ്പക്ഷമതികളൊക്കെ പറഞ്ഞത് അത് നല്ല ന്യായമാണ് പറഞ്ഞത്, അതൊരു ന്യായമാണ്. അത് ശരിയല്ലെങ്കിൽ ഒരു വിട്ടുതരാം, നമുക്ക് വേണമെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ വിട്ടു കൊടുക്കാന്ന് പറഞ്ഞാൽ ഒരു ന്യായമാണല്ലോ, നോക്കാറിഞ്ഞു. അങ്ങനെ പോയി കഅബ തുറന്നു, കവർ ഇപ്പോഴും പൊളിഞ്ഞിട്ടില്ല, കവർ കൊണ്ടുവന്ന് മുന്നിൽ വെച്ച് കവറുകൊണ്ട് പൊളിച്ചപ്പോഴല്ലേ പറഞ്ഞേക്ക്. ഒരു കവർ പൊളിച്ചു നോക്കുമ്പോൾ അതിൽ ബിസ്മിക്കല്ലാഹു ഒറ്റക്കുള്ളൂ, വേറെ ഒന്നുമില്ല, ഒക്കെ ചന്ദ്രപിടിച്ചു വീണം. വേറൊന്നിന് നോക്കും ബിസ്മിക്കല്ലാഹു മുതൽക്ക് അവസാനം പറഞ്ഞ അള്ളാഹുവിൻ്റെ ഇസ്മു കൊണ്ട് അവസാനിപ്പിക്കുന്ന വസ്സലാം ഉണ്ടാവും. ഈ വസ്സലാമും ബിസ്മിക്കല്ലാഹുമയും ഒക്കെ തിന്നു വീണ്, ബാക്കി മാത്രമേ ഉള്ളൂ. വളരെ കൃത്യമാണ്. അപ്പോ തന്നെ അബൂ ത്വാലിബ് പറഞ്ഞു, നിങ്ങൾക്ക് ഒരു കാര്യം കേൾക്കണ്ടേ, എൻ്റെ മോൻ പറഞ്ഞത് 100% സത്യമാണെന്ന് നിങ്ങൾക്കും ബോധ്യപ്പെട്ടു, എനിക്കും ബോധ്യപ്പെട്ടു. ഇനി നിങ്ങൾ വെറുതെ വ്യാമോഹിക്കണ്ട, ബനൂ ഹാഷിമും ബനൂ മുത്തലിബും ഇവിടെ ജീവിക്കുന്ന കാലത്ത് എൻ്റെ മോനെ തൊടാൻ നിങ്ങൾക്ക് കഴിയില്ല, ഞങ്ങൾ വിട്ടുതരൂല. അവസാനത്താളും മരിച്ചാണ് വീണിട്ടല്ലാതെ തൊടാൻ കഴിയൂല. അല്ല, സത്യം ബോധ്യപ്പെട്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ പാട്ടിന് വിടുന്നതാണ് നല്ലത്. സമ്മതിച്ചില്ല, അങ്ങനെ തെറ്റിപ്പിരിഞ്ഞു പോയതാണ്. അതിൻ്റെ ശേഷമാണ് നേരത്തെ പറഞ്ഞ ഇതൂടി ആയതോടുകൂടി ആ കരാറ് പച്ച ചീന്തി വലിച്ചെറിഞ്ഞു. ഇതിനിടയിൽ ബനൂ ഹാഷിമുകാർ കഷ്ടപ്പെട്ട കഷ്ടപ്പാട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ പറയുന്നുണ്ട്. ഒരു സാധനം ഭക്ഷണമായി കിട്ടാതെ ശഅബ് ത്വാലിബിലുള്ള ചുറ്റിച്ചെടികളും ചെറിയ ചെറിയ മരങ്ങളും ചപ്പ് ചവറുകളും മുളച്ചു പൊന്തിയതൊക്കെ ഭക്ഷിക്കല്ലാതെ ഒന്നും കിട്ടാറില്ല. അങ്ങനെ ഈ മരത്തിൻ്റെ ഇലകൾ മാത്രം ഭക്ഷിച്ചതിൻ്റെ പേരിൽ ആട്ടിൻകാഷ്ടം പോലെ ഗുളികകളായിട്ടായിരുന്നു ഞങ്ങൾ ബലവിസർജനം നടത്തിയിരുന്നത്. അത്രമാത്രം കഷ്ടപ്പെട്ടു. പക്ഷേ ഈ കാലം വരെ എല്ലാ അർത്ഥത്തിലും മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അബൂ ത്വാലിബും ബനൂ ഹാഷിമും ബനൂ മുത്തലിബും ഒറ്റക്കെട്ടായി നിന്നു. ഇയാളൊഴിച്ച് അബൂ ലഹബ് ഒഴിച്ച്. ഇത് കഴിഞ്ഞ് അവർ സ്വതന്ത്രരായി പഴയതുപോലെ നടക്കാൻ തുടങ്ങി. പക്ഷേ ആ സന്തോഷം അധികം അനുഭവിക്കാൻ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സന്ദർഭം കിട്ടിയില്ല. ഷഅബിൽ നിന്ന് വന്ന് ദിവസങ്ങൾക്കകം മഹാനായ അബൂ ത്വാലിബ്, തനിക്ക് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായ മൂത്താപ്പ, തൻ്റെ 87-ാമത്തെ വയസ്സിൽ ഇഹലോകവാസം വെടിഞ്ഞു വഫാത്തായി. മരിക്കുന്നത് വരെ ഒരുപാട് കവിതകളിലൂടെയും ഒരുപാട് സന്ദർഭങ്ങളിലൂടെയും നബി തങ്ങൾ സത്യപ്രവാചകനാണ് എന്നും തന്നെയുമല്ല നബി തങ്ങൾ വിളിക്കുന്ന ദീൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്തി ദീന, ലോകത്തുള്ള ദീനുകളിൽ ഏറ്റവും ഹൈറായ ദീനാണെന്നും നീ എന്നെ വിളിക്കുന്നത് ഹക്കിലേക്കാണെന്നും ഒക്കെ ഏറ്റു പറഞ്ഞെങ്കിലും അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് വചനം പറയാൻ അയാൾ സമ്മതിച്ചില്ല. അവസാനം മരണശയ്യയിൽ കിടക്കുന്ന സമയത്ത് ദുഃഖത്തോടുകൂടി ഇത്രമാത്രം തനിക്ക് വേണ്ടി സേവനം ചെയ്തൊരു മനുഷ്യൻ ലോകത്തില്ല. ഈ വാർദ്ധക്യകാലത്ത് ഈ നിലക്കൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നത് തൻ്റെ കാരണത്താലാണ്. അങ്ങനെ അടുത്ത് വന്ന് കാക്കലിരുന്നിട്ട് തല മുതൽ കൈകൊണ്ട് ഇങ്ങനെ തടകിയിട്ട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട അമ്മി, നിങ്ങൾ ഒരൊറ്റ കെലിമത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഒരു കെലിമത്ത് നിങ്ങൾ നാവുകൊണ്ട് പറഞ്ഞാൽ മതി.
ബാക്കി നിങ്ങൾക്ക് വേണ്ടി ഞാൻ അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യും. അത് ചെയ്യാതെ നിവൃത്തിയില്ല. ഇസ്ലാമിലേക്ക് മെമ്പർഷിപ്പ് എടുക്കാനുള്ള മുദ്രാവാക്യാണത്. അത് പറഞ്ഞോളണം. നാവിന് സംസാരശേഷിയുള്ള ഒരാളാണോ, അത് പറയാനുള്ള സാവകാശം അയാൾക്ക് ജീവിതത്തിൽ കിട്ടിയോ എങ്കിൽ അയാൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് ചൊല്ലിയാലേ ഇസ്ലാമിൽ അയാൾക്ക് മെമ്പർഷിപ്പ് കിട്ടൂ. അത് കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയൊക്കെ നിങ്ങൾ നേരത്തെ ചെയ്ത സേവനം പരിഗണിച്ച് ഞാൻ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ അടുക്കൽ ശഫാഅത്ത് ചെയ്യും. അപ്പൊ അബൂജഹലും കൂട്ടലും തലക്കം പുറത്തൊന്നും തീർക്കുക. ഈ സമയത്ത് നബി തങ്ങൾ ഇങ്ങനെ കാക്കലിരുന്നിട്ട് തടകുകയും പറയുകയും ചെയ്യുമ്പോൾ അബൂജഹലും കൂട്ടരും നേതാക്കന്മാരൊക്കെ ഇയാളെ തലക്കം പുറത്തുനിന്നിരിക്കുകയാണ്. അബൂ ത്വാലിബ്, നിങ്ങൾ ഈ വയസ്സ് കാലത്ത് ഈ ചെറുപ്പക്കാര് കുട്ടികൾ പറഞ്ഞത് കേട്ടിട്ട് നമ്മുടെ വാപ്പന്മാര് നടന്നു പോന്ന ആ മാർഗം വിടുകയാണോ? അവസാനം അയാൾ പറഞ്ഞതായിട്ട് കേട്ടത് ഹുവ അലാ മില്ലത്തി അബൂ താലിബ്, ഹുവ അലാ മില്ലത്തി അബീ താലിബ്, ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ്, പാപ്പാന്റെ പേര് ഹുവ അലാ മില്ലത്തി അബ്ദുൽ മുത്തലിബ് എന്ന് പറഞ്ഞു. പിന്നെ സംസാരിച്ചതൊന്നും കേട്ടിട്ടില്ല. അബ്ബാസ് റളിയല്ലാഹു അൻഹു കേട്ടുവെന്നും അവസാനം മരിക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹി എന്ന് ചൊല്ലിയിട്ടുണ്ടെന്നും അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേട്ടതോ നബി തങ്ങൾ സ്വീകരിച്ചതോ ആയി അറിവില്ല. എന്തോ ആട്ടെ, അയാൾ അങ്ങനെ മരിച്ചുപോയി. അതോടുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഭാഗം തന്നെ നഷ്ടപ്പെട്ടതുപോലെ കൂടുതൽ ആളുകളൊക്കെ പോയില്ലേ. ഒക്കെ പുറത്താണുള്ളത്. എവിടെ? അഭിഷേകയിലാണുള്ളത്. ഇവിടെ ഉള്ളവരാണെങ്കിൽ ഒറ്റപ്പെട്ടവരാണ്, മറ്റേ അന്യ നാടുകളിലാണുള്ളത്. തനിക്ക് താങ്ങും തണലുമായി ഉണ്ടായിരുന്ന മൂത്താപ്പ പോയി. എന്നാലും വീട്ടിൽ ചെന്നാൽ ഒരു ആശ്വാസവും സന്തോഷവും മനസ്സിന് കുളിർമയും നൽകിക്കൊണ്ടുണ്ടായിരുന്ന പ്രിയതമ മഹദിയായിരിക്കുന്ന ഉമ്മുൽ മുഅ്മിനീന ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ. അവരുടെ ജീവിതം ഒരു അത്ഭുതമാണ്. അത് മുമ്പൊരിക്കൽ കുറച്ച് നമ്മൾ പറഞ്ഞാണ്. 65-ാമത്തെ വയസ്സാണ് അവർക്ക്, ഖദീജ ബീവിക്ക് ഈ സമയത്ത്. ഈ 65 വയസ്സായിട്ട് 9 മക്കളെ അല്ലെങ്കിൽ 10 മക്കളെ പ്രസവിച്ച ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല ഷാബിൽ പോകുന്നത് വരെ ഇപ്പം വിവാഹം കഴിഞ്ഞ ഒരു യുവതിയാണെന്നേ തോന്നുമായിരുന്നു. പല്ല് കൊഴിഞ്ഞിട്ടില്ല, മുടി നരച്ചിട്ടില്ല, മുഖം ചുളിങ്ങിയിട്ടില്ല, ഹൂറുലിങ്ങളെ പോലെ സൗന്ദര്യം അല്ലാഹു തആല നിലനിർത്തി കൊടുത്തു. പക്ഷേ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച എന്ന് പറയാൻ പറ്റുന്ന ലക്ഷപ്രഭുക്കളുടെ തറവാട്ടിൽ ജനിച്ചു വളർന്ന് സുഖലോലുപതയിൽ 6 അടി ജീവിച്ച് ശീലിച്ച ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ ഈ 3 കൊല്ലത്തെ തുല്യതയില്ലാത്ത കഷ്ടപ്പാടിൻ്റെ ജീവിതത്തോടു കൂടി അവരാകെ തകർന്നുപോയി. ശരീരമൊക്കെ മുടിയൊക്കെ നരച്ച്, ശരീരമൊക്കെ ചുക്കിച്ചുളുങ്ങി, കണ്ടാൽ തന്നെ ഒരു വാർദ്ധക്യത്തിൻ്റെ ലക്ഷണം. അങ്ങനെ അബൂ ത്വാലിബ് വഫാത്തായി 5 ദിവസം, മറ്റൊരു അഭിപ്രായത്തിൽ 3 ദിവസം കഴിയുമ്പം റമളാൻ 17-മായി മഹദിയായിരിക്കുന്ന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു തആല അൻഹ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും മുസ്ലിം ലോകത്തെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് അവരും വേർപെട്ടു. അകവും പുറവും ഒരുപോലെ ചുട്ടുമുള്ളുന്ന അവസ്ഥ വന്നു. പുറത്ത് താങ്ങുന്നടലുമായിരുന്ന മൂത്താപ്പ പോയി. അകത്ത് തനിക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും ആശ്വാസവും നൽകിയിരുന്ന പ്രേതമ എല്ലാം വിട്ടുപോയി. ഇനി ആര്? അള്ളണ്ട് എന്നുള്ള വിശ്വാസം കഴിഞ്ഞിട്ടല്ല, ദഅവത്ത് നടക്കണല്ലോ. നബി തങ്ങൾക്ക് സ്വന്തം ജീവിതത്തിന്റെ വിഷയമല്ല പേടി. നബി തങ്ങൾക്ക് ഒരു പേടി ഓടിയില്ല. അതേ സമയത്ത് അള്ളാഹിന്റെ ദീനിന്റെ ദഅവത്ത് നടക്കണ്ടേ? ഇനി എന്ത് ചെയ്യും? അവസാനം മക്കയിൽ ഇനി സാധ്യമല്ല എന്ന നിലക്ക് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ദഅവത്തിന് പുതിയൊരു മേഖല വെട്ടിത്തുറക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് തൻ്റെ പോറ്റുപുത്രനായ താൻ ഇത്ഖ് ചൊല്ലിയ ബഹുമാനപ്പെട്ട സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു തആല അൻഹുവിനെയും കൂട്ടി ത്വായിഫിലേക്ക് പുറപ്പെട്ടു. ത്വായിഫിലെ അകന്ന ബന്ധുക്കളാവുന്ന സഖീഫ് ഗോത്രക്കാർ അവിടെയുള്ള വലിയ പ്രമുഖരായ നേതാക്കന്മാരെ സമീപിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിക്കലും സ്വീകരിച്ചാലും ഇല്ലെങ്കിലും ആ നാട്ടിൽ ദീനീ നയവത്ത് നടത്താനുള്ള
സാഹചര്യം ഒരുക്കി കൊടുക്കുക. അബൂ താലിബ് ചെയ്തതുപോലെ, അബൂ താലിബ് ഇസ്ലാമിൽ കൂടിയിട്ടല്ലല്ലോ എന്നതുപോലെ കുടുംബ ബന്ധത്തിന്റെ പേരിലെങ്കിലും ദീനീ ദഅവത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കാൻ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സെയ്ദിനെയും കൂട്ടിയിട്ട് തായിഫിൽ പോയത്. തായിഫിലെ അനുഭവം നമുക്കൊക്കെ അറിയാം. അബ്ദുകുലാലിബിന് അബ്ദുയാലിയിൽ എന്ന് പറയുന്ന പ്രമുഖ നേതാവ്, പക്ഷെ പിന്നീട് അദ്ദേഹം മുസ്ലിം ആയിരുന്നു കേട്ടോ, ക്ഷമിക്കാൻ വയ്യ. തായിഫുകാർ ഒന്നിച്ച് ഇസ്ലാമായ കൂട്ടത്തിൽ അബ്ദുകുലാലിബിന് അബ്ദുയാലിയിൽ എന്ന് പറയുന്ന അവിടുത്തെ വലിയ നേതാവ്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സഹോദരനും, അവരാണ് അവിടുത്തെ വലിയ നേതാക്കന്മാർ. അവര് ചെന്ന് കണ്ട് അങ്ങനെ ഈ നേതാക്കള് സമീപിച്ചുകൊണ്ട് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയും റസൂലുമായി അവൻ്റെ ദീനിലേക്ക് ദഅവത്ത് ചെയ്യാനും ഇബ്രാഹിമി മില്ലത്തിനെ പുനരുജ്ജീവിപ്പിക്കാനും വേണ്ടി നിയോഗിക്കപ്പെട്ട റസൂലാണ് ഞാൻ. നിങ്ങൾ ഇതിൽ വിശ്വസിക്കണം എന്ന് മാത്രമല്ല, ഈ നാട്ടിലെ നേതാക്കന്മാരായ നിങ്ങൾ അനുകൂലിക്കുകയാണെങ്കിൽ ഈ നാട്ടിൽ ദീനീ ദഅവത്ത് നടത്താൻ എളുപ്പമാണ്. അങ്ങനെ വന്നാൽ നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും അല്ലാഹു തആല വലിയ നേട്ടം തരും. അതുകൊണ്ട് ഈ രംഗത്ത് രണ്ട് കാര്യം, ഒന്ന് നിങ്ങൾ വിശ്വസിക്കണം, മറ്റൊന്ന് ദീനീ ദഅവത്ത് നടത്താനുള്ള സൗകര്യം നിങ്ങളിവിടെ ഒരുക്കിത്തരണം. അപ്പോ അബ്ദുകുലാലിബിന് അബ്ദിയാലിയിൽ പറഞ്ഞു, എൻ്റെ മോനെ, ഈ നാട്ടിൽ ഈ ആളുകൾ നേതാക്കന്മാരും പണക്കാരും പ്രമുഖരും ഒക്കെ ഉണ്ടായിട്ട് ഈ മിസ്കീനായ എന്നെയാണല്ലോ നബിയാക്കാൻ കിട്ടി, വേറെ ആരും കിട്ടിയില്ല ചങ്ങായി എന്ന് കളിയാക്കി. അനുജൻ അതിനെക്കാട്ടിലും ഗൗരവമായിട്ട് പറഞ്ഞു, അള്ളാഹ് അയച്ച റസൂല മോനെ, എന്നാ പിന്നെ നിങ്ങളോട് മുണ്ടാൻ മാത്രം നമ്മളില്ല അല്ലേ? നബി അല്ലെങ്കിലോ അതിനെക്കാട്ടിലും വലിയ കള്ളൻ ലോകത്ത് വേറെ ഇല്ല. അതുകൊണ്ട് നമ്മളുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല, മുണ്ടാനും ഇല്ല. രക്ഷയില്ല എന്ന് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോട്ടെ, ഞാൻ ഈ നാട്ടിൽ ഈ ദഅവത്ത് നടത്താനുള്ള ഒരു സൗകര്യം സഹായം നിങ്ങൾ ചെയ്തു തരണം. അതിനവർ തയ്യാറായില്ല എന്ന് കണ്ടപ്പോൾ എന്നാ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, ഞാനിപ്പോൾ സ്വകാര്യമായിട്ടാണ് വന്നത്, നാട്ടിൽ അറിയിക്കാതെയാണ്. ഇനി ഇവിടെ വന്നിട്ട് നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തി ആട്ടിയകറ്റി എന്ന് കേട്ടാൽ നാട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അതുകൊണ്ട് ദയവായിട്ട് ഈ കാര്യം പബ്ലിക്കാക്കരുത്, അത്രയെങ്കിലും നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞപ്പം ഇവർ ചെയ്തത് അവിടെയുള്ള വിഡ്ഢികളെയും അടിമകളെയും ഒക്കെ വിളിച്ചിട്ട് അവരെ ഇളക്കി വിട്ടിട്ട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂക്കി വിളിച്ച് കല്ലെറിഞ്ഞ് ആട്ടിപ്പായിച്ചു. വരിവരിയായി നിന്ന് നബിതങ്ങളും സെയ്ദ് ഇബ്നു ഹാരിസത്തും നടന്നു പോകുന്ന വഴിയിൽ രണ്ട് ഭാഗത്തുനിന്നും ഇടത്തുനിന്നും വലത്തുനിന്നും ഏറ്. ഇപ്പോഴും അസൂയാലുക്കൾ പറയാറുണ്ട്, ആ രോഗം ഇപ്പോഴും ത്വായിഫുകാർക്കുണ്ട്. അവിടെ മദ്യപ്പണി എടുക്കുന്നവർക്ക് ഒറ്റ കുട്ടിയില്ല ഏറ് കൊള്ളാത്ത. അവിടുത്തെ ഈ ത്വായിഫ് മുനിസിപ്പാലിറ്റി പണിയെടുക്കുന്ന ഏതാക്കും ഏറുള്ളൂ. ഇനി മുനിസിപ്പാലിറ്റി പണിയെടുക്കേണ്ട എല്ലാത്തവരും ഒരുവിധം ഒറ്റയ്ക്ക് ഉണ്ടാവില്ല എറിയും. എന്നാൽ നമ്മുടെ ആൾക്കാർ പറയാം, മക്കളെ നിങ്ങൾ എറിയണം, നിങ്ങൾ വേണ്ട അള്ളാൻ്റെ മുത്തുനബിനെ എറിഞ്ഞതിന് ബാക്കി മക്കളല്ലേ. പക്ഷെ അപ്പോൾ നമുക്ക് അവരോട് പറയാൻ പറ്റുമല്ലോ, ഒരു മോമിനിങ്ങളല്ലേ. ഏതായാലും ആട്ടെ, അങ്ങനെ എറിഞ്ഞാട്ടുകയാണ് ചെയ്തത്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിൽ ഏറ് കൊള്ളാതിരിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു ഇടത്തും വലത്തും മാറി നിന്ന് നോക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് അങ്ങനെ രക്തം വരുന്നു. എന്നിട്ട് പോലും തടയാൻ കഴിയാതെ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലിൽ കല്ലേറുകൊണ്ട് ചോര ഒലിച്ചു. ആ ഒലിക്കുന്ന ചോര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുമ്പിട്ട് കാലിൽ തന്നെ പുരട്ടുക ചെയ്തത്. കാരണം ആ രക്തമെങ്ങാനും തങ്ങളുടെ ശരീരത്തിന് രക്തം ഭൂമിയിൽ ഒറ്റിയാൽ പിന്നെ പ്രാർത്ഥിക്കാൻ സമയം കിട്ടൂല, അപ്പോൾ തന്നെ അള്ളാഹിൻ്റെ അദാബ് വരും. ഇത്രയും തമ്മാടികളും അക്രമികളുമാണെങ്കിലും വിവരമില്ലാഞ്ഞിട്ടല്ലേ നന്നാവട്ടെ എന്നുള്ള ആൾക്ക് രക്തം നിരത്താകാൻ അനുവദിക്കാതെ അങ്ങനെ പോയി ത്വായിഫിൻ്റെ പട്ടണം കഴിഞ്ഞ് പ്രാന്തപ്രദേശത്തുള്ള ഒരു മരഞ്ചെരുവിൻ്റെ താഴ്വരയിലുണ്ട് റബീഅത്തിന്റെ രണ്ട് മക്കൾ, ഉത്ബത്തും ഷൈബത്തും. ഇസ്ലാമിന്റെ കടുത്ത ശത്രുക്കൾ ആ ബദർ കൊല്ലപ്പെട്ടവരാണ്. പക്ഷേ അവരുടെ ഉമ്മ ബനു ഹാശിമാരാണ്. അവിടെ വിഷയം ഷൈബത്തിൻ്റെയും ഇവരുടെ ഈ പറഞ്ഞ ജ്യേഷ്ഠാഞ്ചന്മാരുടെ ഉമ്മ ബനു ഹാശിമാരാണ്. സംഗതി ഇവർ കടുത്ത എതിരുകാരാണെങ്കിൽ പോലും അവശനായി ക്ഷീണിച്ച്
കാലിൽ നിന്ന് രക്തം ഒഴുകുന്ന നിലക്ക് വരുന്നത് കണ്ടപ്പോൾ ഇവർ തോട്ടത്തിലുണ്ട്. അവർക്കും തന്നെ വല്ലാതൊരു ദയയും അനുകമ്പയും തോന്നി. അങ്ങനെ തങ്ങൾ ഈ മുന്തിരിത്തോട്ടത്തിൽ തണൽ കയറിയിരുന്നപ്പം അവരുടെ ഒരു ജോലിക്കാരുണ്ട്, അദ്ദാസി എന്ന് പറയുന്ന നീനുവ പ്രദേശത്തുകാരനാണ്. യൂനുസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ നാടാണ് നീനുവ പ്രദേശത്തുകാരൻ അദ്ദാസി എന്ന് പറയുന്ന നസ്രാനി. ഇയാൾ വരെ അടിമയാണ്, പണിക്കാരനാണ്. അദ്ദേഹത്തിനോട് വിളിച്ചിട്ട് പറഞ്ഞു, എടോ നല്ല പഴുത്ത് നോക്കിയിട്ട് ഒരു വലിയ കൊല മുന്തിരി അറുത്തിട്ട് അത് കഴുകിയിട്ട് ആ ഇരിക്കുന്ന മരത്തിൻ്റെ തൊട്ടിരിക്കുന്ന അയാൾക്ക് കൊണ്ട് കൊടുക്കുക. ആരാന്നൊന്നും പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ ഈ മുന്തിരി കഴുകി ഒരു പാത്രത്തിൽ വെച്ചിട്ട് അദ്ദാസ് കൊണ്ടുവന്ന് കൊടുത്തു. നല്ല ക്ഷീണമുണ്ട്, വിശപ്പും ഒക്കെ ഉണ്ട്. അവർ പൊരുത്തപ്പെട്ട് കൊടുത്തയച്ചല്ലേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ നിന്ന് ഒരു മുന്തിരി പഴമെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു വായിലിട്ടു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അല്ലാഹ് മൻ യകൂനു ഹാദർ റജുൽ അല്ലദീ യഖൂലു ബിസ്മില്ലാഹി ഫീ ഹാദൽ ബിലാദ്. മുശ്രിക്കീങ്ങളെ നാടാ, ലാത്ത ഉസ്സ മനാത്ത എന്നല്ലാതെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നത് നാട്ടിൽ ഞാൻ കേട്ടിട്ടില്ല. ഇയാൾ ഏത് നാട്ടുകാരനാണ്? അപ്പം നബി തങ്ങൾ ചോദിച്ചു, ഈ ഏത് നാട്ടുകാരനാ മോനെ ചോദിച്ചു. പറഞ്ഞു, ഞാൻ നീനുവക്കാരനാണ്. അല്ലാ, നീനുവക്കാരൻ? ആൾ യൂനുസ് നബി അലൈഹി സ്വലാമിൻ്റെ നാടല്ലേ മോനെ, അത് നിങ്ങൾക്ക് എങ്ങനെയാ അറിയാമോ ചോദിച്ചു. നീനുവയിൽ ഇങ്ങനെ, നീനുവ എന്ന് പറഞ്ഞാൽ എവിടെ, യമൻ്റെ മറ്റേ ഇറാഖിൻ്റെ ഏതോ ഒരു പ്രാന്തപ്രദേശത്തുള്ള പ്രദേശമാണ്. ഇവിടെ എങ്ങനെയാ അറിയുന്നത്? ഇത്ര കൊല്ലങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ആളാണ് യൂനുസ് നബി അലൈഹി സ്വലാം. നിങ്ങൾക്ക് എങ്ങനെയാ അറിയാമോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, മോനെ ഞാൻ ഒരു നബിയാണ്, അദ്ദേഹം എൻ്റെ സഹോദരനാണ്. അമ്പിയാക്കന്മാരിൽപ്പെട്ട ഒരു നബിയാണല്ലോ യൂനുസ് നബി അലൈഹി സ്വലാം. ഞാൻ അദ്ദേഹത്തിൻ്റെ സഹോദരനാണ്. അവസാനത്തെ നബിയാവുന്ന മുഹമ്മദാണ്. അത് കേട്ടപ്പോൾക്ക് ഇയാൾ നബി തങ്ങളുടെ അടുത്ത് ഷഹാദത്ത് ചെല്ലുകയും കാക്കൽ വീണ് കയ്യും കാലും മുത്തുകയും ചെയ്തു. നോക്കിക്കൊണ്ട് മറ്റേ വേണ്ടാണ്. റബിയത്തിൻ്റെ മക്കൾ മുതലാളിമാർ നോക്കിയിട്ടുണ്ട്. ഏട്ട ആൻ്റനോട് പറഞ്ഞ, എടാ നമുക്കേ വേണ്ട ഇനി പണി വേണ്ട, നമ്മളൊരു ദയ കരുതിയിട്ട് പട്ടിണിയല്ലേ കഷ്ടപ്പാടല്ലേ എന്ന് എഴുതിയിട്ട് ഒരു മുന്തിരിക്കൊല കൊടുത്തയച്ചാൽ നമ്മൾ അടിമനെ മോൻ കേടിയിരുത്തിയല്ല. അത് കഴിഞ്ഞ് ഇയാള് പാത്രം എടുത്ത് ചെന്ന് ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം, എടാ അദ്ദാസ് ഇജ്ജ് എന്ത് പോയത്താടാ ചെയ്ത്? അല്ലാ യാ സയ്യിദി, എൻ്റെ ഉടമക്കാരെ കേൾക്കണമെങ്കിൽ ഈ ഭൂമിൻ്റെ മുകളിൽ ആകാശത്തിൻ്റെ ചോട്ടിൽ അദ്ദേഹത്തെക്കാൾ മഹാനായ ഒരാൾ ജീവിച്ചിരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ റസൂലും നബിയുമാണ്. എടാ പോയത്തക്കാരൻ അജ്ജി നസറാനിയല്ലേ, എൻ്റെ മതാടാ നല്ല, അത് കളഞ്ഞു കാണ്ടി നീ പോണ്ട. നിനക്കറിയില്ല, അള്ളാഹു തആല കൊടുക്കാണ്. ഒരു കൂട്ടർ തള്ളിക്കളയുമ്പോൾ വേറൊരു കൂട്ടർ ഏറ്റെടുക്കാൻ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുത്തു. അവിടുന്ന് പോന്നു. ബത്നുൻ നഖ്ലയിലെത്തി. പോരുന്ന വഴിയാണ് തൗഫിന്റെ ലാസ്റ്റിലുള്ള സ്ഥലമാണ് ബത്നുൻ നഖ്ല. രാത്രി അവിടെ താമസിച്ചു. ഫജ്റായ സമയത്ത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമും സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു മൗമൂമായി നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ ഓതി കേട്ടുമ്പോൾ വൈസ് സറഫ്നാ അലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആൻ എന്ന് തുടങ്ങിയിട്ട് ഒരു സംഘം ജിന്നുകൾ ഖുർആൻ കേട്ടാൻ വേണ്ടി വന്നു. എന്നിട്ട് വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, അവർ മൂമിനായി. നബി തങ്ങളോട് പറഞ്ഞിട്ടും കൂടിയില്ല. അവർ മൂമിനായി ഷഹാദത്ത് കലിമ ചൊല്ലി അവരുടെ നാട്ടിൽ പോയി ജിന്നുകളിൽ പ്രവർത്തനം നടത്തി. ഖാലു ഇന്നാ സമീനാ ഖുർആനൻ അജബാ യഹ്ദി ഇലാ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ എന്ന് പറഞ്ഞ് വലിയൊരു സംഘം ജിന്നുകളെ കൂട്ടി. അവരിൽ നല്ലൊരു ഭാഗം മുസ്ലിമായിട്ടുണ്ട്, ബാക്കി ഭാഗങ്ങൾ കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് മക്കയിലെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഒരുപാട് ആളുകൾ ഇസ്ലാം വിശ്വസിച്ചവരുണ്ട്, അവർക്ക് ദീൻ പഠിക്കണം. വേറൊരുപാട് ആളുകൾ സത്യാന്വേഷികളുണ്ട്, അവർക്ക് ദീൻ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചു വരാം, ഒരു ടൈം വെച്ചേരണം. അങ്ങനെ ഒരു ദിവസം നിശ്ചയിച്ചു കൊടുത്തു. ഇന്ന് ജന്നത്തുൽ വഅലിന്റെ തൊട്ടുപുറത്തായിട്ട് മസ്ജിദുൽ ജിന്ന് എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലത്ത്, അന്ന് അവിടെ കാലി പ്രദേശമാണ്, ഖബർസ്ഥാനും അതിൻ്റെ അടുത്തുള്ള കാലി സ്ഥലവും അല്ലാതെ ഒന്നുമില്ല. അവിടെ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനെയും കൂട്ടിപ്പോയി. കുറെ ഇപ്പുറത്തെത്തിയപ്പോൾ നബി തങ്ങൾ കാല് കൊണ്ട് ഇങ്ങനെ ഒരു വട്ടം വരച്ചിട്ട് പറഞ്ഞു, ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കേന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ അപ്പുറം പോകും, എന്ത് പ്രകോപനം ഉണ്ടായാലും ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ വരുന്നത് വരെ പുറത്തു പോകരുത്. അവിടെ ഇരുത്തി നബി തങ്ങൾ പോയി. കുറച്ചാണ് പോയിട്ട് ഇരുന്നപ്പോൾ കാണാൻ
ഇങ്ങനെ സംഘമായിട്ട് ഇങ്ങനെ വരുന്ന ആരാന്നൊന്നും അറിയില്ല. അങ്ങനെ ദീർഘനേരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുമായി ചർച്ച നടത്തി. അതിൻ്റെ ഇടയ്ക്കൊരു ബഹളം, വാക്കേറ്റം, ബഹളവും കേട്ടപ്പം അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പേടിയായി. നബി തങ്ങളെ കൂടെ ആരും ഇല്ലല്ലോ, എന്തോ പറ്റിപ്പോവോ. അങ്ങനെ എഴുന്നേറ്റ് ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങണതിന് മുമ്പ് ഓർമ്മ വന്നു, ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോരുത് എന്ന് നബി തങ്ങൾ പറഞ്ഞിടല്ലോ. അവിടെ തന്നെ ഇരുന്നു. കുറേ കഴിഞ്ഞ് എല്ലാം പിരിഞ്ഞ് 4 ഭാഗത്തും അങ്ങനെ പോയി. അപ്പോൾ ഫജ്ർ ഇങ്ങനെ ആയി വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു. നബിയെ എന്തോ ഒരു തർക്കവും ഒച്ചപ്പാടും കേട്ടല്ലോ, ഞാൻ പേടിച്ച് വരാൻ ഉദ്ദേശിച്ചു, എഴുന്നേറ്റു. പക്ഷെ എഴുന്നേറ്റെങ്കിലും ഞാൻ തങ്ങൾ ഈ വൃത്തത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു പോരുത് എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തു പോകാമെന്നാണ് നബി തങ്ങൾ പറഞ്ഞു. അങ്ങ് പുറത്തിറങ്ങിയെങ്കിൽ പിന്നെ നമ്മൾ കാണൂലായിരുന്നു. കാരണം അത് ജിന്നുകളിൽ കുറേ ആളുകൾ മോമിനിയങ്ങളുണ്ട്, അവരുടെ അടുത്ത് നിന്ന് ഉപദ്രവം ഉണ്ടാവില്ല. പക്ഷെ മറ്റവർ മോമിനിയങ്ങളായ ഒരു സംഘവും കാഫറുകളായ ഒരു സംഘവും തമ്മിൽ തർക്കിച്ച് ഒച്ചയ്യാ കേട്ട് അവർ തമ്മിലുള്ള വഴക്കാണ് കേട്ട്. പക്ഷേ നീ എങ്ങാനും പുറത്തു പോയെങ്കിൽ അവർ നിന്നെ തട്ടിക്കൊണ്ടു പോകുമായിരുന്നു. അങ്ങനെ വലിയൊരു ഭാഗം ജിന്നുകൾ മോമിനായി അവർ ദീനി ദഅവത്ത് ഏറ്റെടുത്തു. അള്ളാഹു തആല ഒരു കൂട്ടർ നിങ്ങൾ ഒഴിവാക്കുകയാണെങ്കിൽ അള്ളാഹിൻ്റെ ദീനിൻ്റെ ദഅവത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റിസാലത്തും ഇവിടെ പ്രചരിപ്പിക്കാനും ഏറ്റെടുക്കാനും ആളുണ്ട്. ചുരുക്കട്ടെ, അങ്ങനെ ഇനി ത്വായിഫ് എന്ന് വരണമല്ലോ. മൂത്താപ്പൻ്റെ സംരക്ഷണം പോയി, ഖദീജ ബീവി വഫാത്തായി പോയി. ഇനി ഒരാൾ ഏറ്റെടുക്കണം. ആരേറ്റെടുക്കും? മോമിനീങ്ങൾ ഏറ്റെടുത്തിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നേരെ അബുൽ ബഹ്തരിൻ്റെ അടുത്ത് കാളയച്ചു. മുശ്രിക്കീങ്ങളുടെ നേതാവാണ്, പക്ഷേ അയാളൊരു മാന്യനാണ്. അബുൽ ബഹ്തരിൻ്റെ മുത്തഇം ബിൻ അദീൻ്റെ അടുത്ത് ആളയച്ചു. വലിയ ധർമ്മിഷ്ഠനും വലിയ പണക്കാരനും നേതാവുമായ മുത്തഇം ബിൻ അദീൻ്റെ അടുത്ത് കാളയച്ചു. ആൾ വന്നു. അയാളും അയാളുടെ മക്കളും ആയുധമെന്തിക്കൊണ്ട് വന്നു സംരക്ഷണത്തിന്. എന്തിനാ വിളിച്ചു ചോദിച്ചു. സംഗതി എന്തൊക്കെയായാലും മൂത്താപ്പില്ല, ഇനി മക്കയിൽ ഒരു സുരക്ഷിതത്വം വേണ്ടേ, അക്കാര്യം നിങ്ങൾ ഏറ്റെടുക്കുക ചോദിച്ചു. എനിക്ക് സന്തോഷമേ ഉള്ളൂ, അബ്ദുൽ മുത്തലിബിൻ്റെ മോനല്ലേ. ഓലെടുക്കൽ അങ്ങനെ അബ്ദുള്ള അല്ല പറയപ്പെടാ, അബ്ദുൽ മുത്തലിബിൻ്റെ മോനല്ലേ. നിങ്ങൾക്ക് സംരക്ഷണം തരുന്നതിൽ എനിക്ക് അഭിമാനമേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ജിവാർ തരും എന്ന് പറഞ്ഞ് നബി തങ്ങളെ മുന്നിൽ നിർത്തി. ഇദ്ദേഹവും മക്കളും 2 ഭാഗത്തു നിന്ന് വാഹനപ്പുറത്ത് നിന്ന് മക്കത്ത് നിന്ന് കഅബ തവാഫ് ചെയ്ത് ഖുറൈശികളെല്ലാം അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞതാ, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ മുഹമ്മദിന് ഞാൻ ജിവാർ കൊടുത്തിരിക്കുന്നു, അതുകൊണ്ട് ആരും തന്നെ ഉപദ്രവിക്കാൻ പാടില്ല. ഇത് പിന്നെ ബദറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർത്തുകയാണ്. ബദറിൽ 70 ആളുകൾ തടവുകാരായി പിടിക്കപ്പെട്ടല്ലോ. ഇവരെ വിഷയത്തിൽ ഇങ്ങനെ ചർച്ച ചെയ്യുന്ന സമയത്ത് പറയാണ്, അന്ന് എനിക്ക് മക്കയിലേക്ക് തിരിച്ചു വരാൻ ജിവാർ തന്ന മുത്തഇം ബിൻ അദീ ഇന്ന് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ 70 ആളുകളെ വെറുതെ സൗജന്യമായി വിടണമെന്ന് അയാൾ ഒരു വാക്കെന്നോട് പറയുകയാണെങ്കിൽ അയാളുമായിട്ട് എനിക്കുള്ള കടപ്പാടിൻ്റെ പേരിൽ ഞാൻ സൗജന്യമായി വിടുമായിരുന്നു. പക്ഷെ അതിന് മുമ്പ് അയാൾ മരണപ്പെട്ടു പോയിരുന്നു. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൻ്റെ 2ാമത്തെ ഒരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.